അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താണ് ഇന്നലത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. നമ്മൾ ഇന്നലെ പഠിച്ചു പുരുഷന് അവന്റെ ശരീരം രഥമാകുന്നു അല്ലേ, ബുദ്ധി സാരഥിയാകുന്നു. തീർച്ചയായിട്ടും സത്യമേ ഇന്നും 2-3 പ്രാവശ്യം വിളിച്ച് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം, ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്യാം. എങ്ങനെയാണ് ബുദ്ധി സാരഥിയാവുന്നത്? നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ പറ്റും. ബുദ്ധി ഇല്ലാത്തൊരു വ്യക്തി എന്തെല്ലാം കാണിച്ചു കൂട്ടും. ബുദ്ധിയാണ് നമുക്ക് ആദ്യം ആവശ്യം അല്ലെ. ബുദ്ധിപൂർവം നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അല്ല എങ്കിൽ ദർശനയും ക്ഷമം അല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഒരു കോഞ്ഞാട്ടയായി പോകും. എല്ലാ കാര്യത്തിലും ഇത് ഞാൻ രാവിലത്തെ പ്രഭാതമഞ്ജരിയിൽ പറഞ്ഞ കാര്യമാണ്. ബുദ്ധിപൂർവ്വം ഇന്നലെ വരെ നമ്മൾ ആലോചിക്കാതെ ചിന്തിക്കാതെ പലതും പറഞ്ഞു, പലതും പ്രവർത്തിച്ചു. ഇന്നു മുതൽ അങ്ങനെ ആവരുത്. എത്ര പ്രകോപിതയായാലും ശരി, എത്ര നമ്മളെ വേദനിപ്പിച്ചാലും ശരി, ബുദ്ധിപൂർവ്വം പ്രശ്നങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ഭക്തർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആരാ അങ്ങനെ ചെയ്യാം? ആരും ചെയ്യില്ല. ബുദ്ധിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രശ്നത്തെയും സമീപിക്കണം. അങ്ങനെയാണ് ബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ സാരഥിയാവുന്നത്, ഡ്രൈവറാവുന്നത്. എടുത്തുചാട്ടം ഒരു മനുഷ്യന്റെ ജീവിതത്തിലും നല്ലതല്ല. ഞാനൊക്കെ ഒരുപാട് എടുത്തുചാടിയ ആളാണ് ജീവിതത്തിൽ. പിന്നീട് അതിൽ നിന്ന് വന്ന ആപത്തുകൾ എന്തൊക്കെയാണെന്ന് എനിക്കും മനസ്സിലായി. അതുകൊണ്ട് ഒരുപാട് ആലോചിച്ച് ചിന്തിച്ചു വേണം നമ്മൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും മുന്നോട്ടൊരു കാലെടുത്ത് വെക്കാൻ. അതിലേറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്, ആയുധം എന്ന് പറയുന്ന ക്ഷമയാണ്. എന്ത് പ്രശ്നവും നമുക്ക് വന്നോട്ടെ, നമ്മുടെ മക്കളുടെ റിയാക്ഷൻസ് ആവാം, നമ്മുടെ കുടുംബത്തിന്റെ റിയാക്ഷൻസ് ആവാം, ചുറ്റുപാടുകളുടെ റിയാക്ഷൻസ് ആവാം. ക്ഷമയുണ്ടോ വിജയിച്ചിരിക്കും. ക്ഷമിക്കുന്ന ഒരു വ്യക്തി എവിടെയും തോൽക്കില്ല, വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമയായിരിക്കണം നമ്മുടെ ആയുധം എന്ന് പറയുന്നത്. വളരെയധികം ക്ഷമിച്ചോളൂ. നിങ്ങൾ എത്രത്തോളം ഭൂമിയോളം ക്ഷമിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ക്ഷമ നമ്മുടെ ആയുധമാണ്. ഓക്കെ, നല്ല എന്താ പറയാ, നമ്മളോട് ഇണങ്ങിയ കുതിരകളെ പൂട്ടിയ ഒരു രഥം, ആ രഥത്തെ നമ്മൾ നയിക്കാൻ എളുപ്പമാണ് അല്ലെ. നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് ആ രഥം പോകും. അതേസമയം നല്ല ഇണങ്ങാത്ത കുതിരകളാണെങ്കിൽ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരു ആന, നന്നായിട്ട് ഇണങ്ങിയ ഒരു ആനയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിടമ്പെടുക്കാനൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇണങ്ങാത്തൊരു ആനയെ കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? ആകെപ്പാടെ കോലാഹലമാവും. ഇതേപോലെയാണ് ജീവിതം. ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത പക്ഷം നമ്മുടെ ജീവിതം ഒരു വലിയ കുഴിയിലേക്കായിരിക്കും ചെന്നപ്പെടുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചൊക്കെ ജീവിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ വിദുരരുമായിട്ടുള്ള ഒരു സംസാരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ. വിദൂര നീതിവാക്യം എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിദുരർ ആരോടാണ് സംസാരിക്കുന്നത്? ധൃതരാഷ്ട്രരോട്. അപ്പോൾ അതിൽ പറയാണ് അദ്ദേഹം, ഹേ രാജാവേ, അങ്ങയുടെ പുത്രന്മാർ അജിതേന്ദ്രിയന്മാരും മനോജയം സാധിക്കാത്തവരുമാണ് അല്ലെ. മനസ്സിനെ ജയിച്ചിട്ടില്ല കൗരവന്മാര്. അവർക്ക് എപ്പോഴും ആഗ്രഹങ്ങളുടെ മുകളിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് വാങ്ങാൻ ആഗ്രഹമുണ്ട്, ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഭൂമിയിൽ കാണുന്ന എല്ലാം നശിച്ചു പോകുന്നതാണ്. ഇതെല്ലാം വാങ്ങണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് പ്രയോജനം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുള്ള പ്രയോജനം? എത്ര വലിയ കൊട്ടാരം പണിതാലും നമ്മുടെ ശരീരം എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റൂ അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര വലിയ കൊട്ടാരം പണിതാൽ ശരി, നമുക്ക് കിടക്കാനും ഇരിക്കാനും ഒരു പരിമിതമായ സ്ഥലമുണ്ട്. അതിൽ മാത്രമേ നമുക്ക് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും പറ്റൂ. എത്ര വലിയ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടിയാലും ശരി, ഞാനും നിങ്ങളൊക്കെ അവസാന കാലം കിടക്കുന്നത് 6 അടി മണ്ണിലാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ അനാവശ്യ ചിലവുകളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തെ ഒരു കടിഞ്ഞാൺ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കടിഞ്ഞാൺ ഇടണം. മനസ്സിലെ ആഗ്രഹങ്ങൾക്ക്. ചുറ്റുപാട് കാണുന്ന എല്ലാത്തിനോടും നമുക്ക് ആഗ്രഹം തോന്നും. നല്ല നല്ല ഡ്രസ്സുകൾ, പുതിയ പുതിയ മൊബൈലുകൾ, അതുപോലെ പല പല ആക്സസറീസ്, വീട് അലങ്കരിക്കുന്ന പല സാധനങ്ങൾ, എല്ലാത്തിനോടും ആഗ്രഹങ്ങൾ തോന്നും. അങ്ങനത്തെ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ കുഴിയിലേക്കാണ്. കാരണം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വക്ഷസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മഹാലക്ഷ്മി, അതാണ് നമ്മളുടെ കൈകളിൽ വരുന്ന പണം. ആ പണത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. വിശക്കുന്നവന് അന്നം കൊടുക്കൂ.
വേദനിക്കുന്നവന് മരുന്ന് നൽകൂ, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കൂ, ഉടുക്കാനില്ലാത്തവന് വസ്ത്രം നൽകൂ. ഭഗവാന്റെ ശബ്ദമായിരിക്കുന്ന ഗീത അത് ദാനം നൽകൂ. ഇതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് ശ്രേയസ്സും ഐശ്വര്യവും കീർത്തിയും ജന്മജന്മാന്തരങ്ങൾ തലമുറകളോളം നമ്മൾക്ക് ലഭിക്കുന്നത് ഭഗവാന്റെ കാരുണ്യമാണ്. മനുഷ്യരാശിക്ക് തന്നെ ഒരു അടിത്തറയാണ് ലഭിക്കുന്നത്, അല്ലെ? എത്രയോ ജന്മങ്ങൾ കൊണ്ടുപോയ ചെയ്തുപോയ തെറ്റുകളുടെ ആ പാപഫലമാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന കർമ്മ ദുരിതങ്ങൾ. ഇതെല്ലാം മാറാൻ ഇതൊരു നല്ല സൊല്യൂഷനാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും അനാവശ്യമായിരിക്കുന്ന വസ്തുക്കൾക്ക് പിന്നിൽ നമ്മൾ പോകരുത്. കണ്ണിന് ആനന്ദം നൽകുന്ന പല വസ്തുക്കൾ നമുക്ക് ചുറ്റിനും ഉണ്ടാവും. ഇതിലേക്കൊന്നും നമ്മൾ പോകരുത്, നിയന്ത്രിക്കണം നമ്മൾ. നിങ്ങൾക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. പഴം, പച്ചക്കറി, ഇതൊക്കെ ഇത്ര. പച്ചക്കറിയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളാണ്. ഓരോ ദിവസവും കറി ഉണ്ടാക്കുന്നതിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നാളെ സാമ്പാറിന് എന്തൊക്കെ സാധനങ്ങൾ ഇടണം? മുരിങ്ങ, വെണ്ടയ്ക്ക, മത്തൻ, പടവലം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ ഇടുക അത് ആ ക്വാണ്ടിറ്റിയിൽ മാത്രം വാങ്ങിച്ചുകൊണ്ട് വരിക. ഒരുപാട് വാങ്ങി ഫ്രിഡ്ജിൽ കുത്തി നിറച്ചു വെച്ചാൽ അത് ചീത്തയായിപ്പോകും. അത് പണമാണെന്ന് ചിന്തിക്കുക. മനസ്സിലായില്ലേ? ഒരു സോപ്പ് ഉപയോഗിക്കുമ്പോൾ കുളിച്ചു വരുന്ന സമയത്ത് ആ സോപ്പിന്റെ ബോക്സിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുക. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വെക്കുക. വീട്ടിലുള്ളവരൊക്കെ വെള്ളം നിറച്ചു വെക്കും, നമ്മളത് കളയുക. അലിഞ്ഞു തീർത്താൽ അത് പണമാണ് നശിച്ചു പോകുന്നത്. അങ്ങനെ മൈന്യൂട്ടായ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ വെക്കണം. എങ്കിൽ നമ്മളുടെ ജീവിതം ഒരു കര പിടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. അനാവശ്യമായിട്ട് വീട്ടിന്റെ പല ഭാഗങ്ങളിൽ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഓർത്ത് വെക്കുക, റൂമിലും അടുക്കളയിലും ഒക്കെ വെറുതെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മീറ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ക്ലോക്ക് പോലെ. ആ കറങ്ങുന്നതിന്റെ ഗതി മാസം അവസാനം ഒരു ബില്ലായിട്ട് കയ്യിൽ വരും. ഈ മാസം 1500 രൂപ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ വന്നു, ഓൾറെഡി ഡൺ. അടുത്ത മാസം 1500-ൽ നിന്ന് അത് 1000 ആക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം എന്താ? അത് മഹാലക്ഷ്മിയാണ്. ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകിയ പണമാണത്. അത് അങ്ങനെ കളയാനുള്ളതല്ല. നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിലേക്ക് നടന്നു പോവുക. അത് ആരോഗ്യത്തിനും നല്ലതാണ്, സമ്പത്തിനും നല്ലതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ ബാക്കിയുണ്ടെങ്കിൽ നല്ല പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അടുത്ത ദിവസം അതെടുത്തിട്ട് ചൂടാക്കി കഴിക്കുക. എന്നാലും തെറ്റില്ല, കളയരുത്. നിരവധി സാഹചര്യങ്ങളിൽ ജീവിതം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒന്ന് ടൈറ്റാക്കി പിടിക്കണം. ആ ടൈറ്റാക്കി പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ശ്രേയസ്സേ ഉണ്ടാവും, ഐശ്വര്യമേ ഉണ്ടാവും, മറ്റൊന്നും നശിച്ചു പോവില്ല. ഇപ്പൊ ഒരുപാട് ആമസോൺ, അതുപോലെ കുറെ ഫ്ലിപ്കാർട്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ അനാവശ്യമായിട്ട് അതിലൊന്നും കയറരുത്. കണ്ണിന് ഇമ്പമുള്ള ത്രസിപ്പിക്കുന്ന പല വസ്തുവകകളും അതിലുണ്ട്. ചാടിക്കേറി ഓർഡർ ചെയ്യാനും ഡോർ ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പണമാണ് പോകുന്നത്. അത് മഹാലക്ഷ്മിയാണ്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെല്ലാം നമ്മൾ സൂക്ഷിച്ച് ചെലവാക്കണം. ഈ കാണുന്ന ആരോഗ്യം, യൗവനം, ഇതെന്നും ഉണ്ടാവില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആരോഗ്യം എന്ന മെഷീൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും എളുപ്പം കിട്ടുന്ന സൗകര്യം ദുർവിനിയോഗം ചെയ്യപ്പെടും. സത്യമായ വാക്കാണത്. മൊബൈലിൽ കുത്തിക്കഴിഞ്ഞാൽ എല്ലാം വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ അത് ദുർവിനിയോഗമാണ് ചെയ്യുന്നത്. ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഓഫർ കാണിക്കും. ഇതൊക്കെ ഒരു ബിസിനസ് ട്രിക്കാണ്. ഇത്ര % പിസയ്ക്ക് ഓഫർ, ഇത്ര % അതിന് ഓഫർ. ഉടനെ അതങ്ങ് ഓർഡർ ചെയ്ത് 100 രൂപ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 300 രൂപയുടെ സാധനം മേടിക്കണം. ഫോർ വാട്ട്? എന്തിന്? എന്താ പ്രയോജനം? വീട്ടിലുള്ള ഭക്ഷണം കഴിക്കൂ. ചോറ്, കറി, ചപ്പാത്തി, പുട്ട്, അതൊക്കെ കഴിക്കൂ. ഇഡ്ലി, ദോശ, ഈ വക ഹോട്ടൽ ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യും. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട. മഞ്ചരീസിൽ ആർക്കും വേണ്ട. മഞ്ചരീസിലുള്ളവര് ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി, അങ്ങനെ വേണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ ആ ഒരു നമ്മുടെ കടിഞ്ഞാൺ, മനസ്സിന്റെ കടിഞ്ഞാൺ, അത് നമ്മളിൽ വേണം. ഗീതയും ഭാഗവതത്തിലൊക്കെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് ഘോര പ്രസംഗം ഞാൻ നടത്തിയിട്ട് എങ്ങനെയാ നിയന്ത്രിക്കേണ്ടത് എന്നുള്ള ബോധമില്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോയി. ഇങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്. പല ഫ്രണ്ട്സും നമ്മളെ വിളിക്കും, അവിടെ ദേ നമ്മുടെ പോത്തീസിൽ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ട് ഡ്രസ്സിന്. 1+1 ആണ്, 2+2 ആണ്. വേണ്ട, അലമാര തുറന്നാൽ ഇങ്ങോട്ട് വീഴും.
അതുകൊണ്ട് വസ്ത്രങ്ങൾക്കൊന്നും നമ്മൾ അനാവശ്യമായിട്ട് കാശ് കളയരുത്. അതുപോലെ ഇപ്പം ചെന്നൈയിലൊക്കെ ഒന്ന് സ്ട്രീറ്റിൽ ഇറങ്ങിയ ഒരുപാട് കമ്മലുകൾ, ഒരുപാട് മാലകൾ, ഇതൊക്കെ ലഭിക്കും. ഷൂട്ടിന്റെ ആവശ്യത്തിന് ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട്. അതർവൈസ് കാണുമ്പോൾ വാങ്ങുന്ന ഏർപ്പാടും വേണ്ട. ഇതൊക്കെ നമുക്ക് ചുറ്റിന് അവൈലബിൾ ആണ്. ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. ഒന്ന് ആലോചിക്കണം, നിങ്ങളുടെ അലമാരയിൽ കിടക്കുന്ന പണം ഇതുപോലെയുള്ള സൈറ്റുകൾ ആളുകൾ വാങ്ങിയിട്ട് അതിന്റെ തലപ്പത്തിരിക്കുന്നവൻ കോടീശ്വരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിന്റെ തലപ്പത്തിരിക്കുന്നവൻ കോടീശ്വരനാവാണ്, നിങ്ങൾ ദാരിദ്ര്യത്തിൽ പെടുകയാണ്. പല പല ഹാൻഡ് ബാഗുകൾ, പല പല മോഡൽ ചെരുപ്പുകൾ, പല പല വസ്ത്രങ്ങൾ, ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരെ എങ്ങനെയാണ് 5 ഏക്കറും 10 ഏക്കറും ഉണ്ടാക്കിയത്? ഇന്ന് നമ്മൾ പറയോ അവരന്ന് വാങ്ങുന്ന സമയത്ത് അതിനെന്തോന്ന് സെന്റിന് 5000 രൂപയേ ഉള്ളൂ. ഇന്ന് 50 ലക്ഷം കൊടുത്താൽ കിട്ടത്തില്ല. എന്നാൽ ഇന്നത്തെ 50 ലക്ഷത്തിന്റെ അതേ മൂല്യമായിരുന്നു അന്നത്തെ 5000-ന്. എന്നിട്ടും അവരെങ്ങനെ വാങ്ങിയെന്നറിയോ? അരവയറ് കെട്ടിയാണ് അവർ വാങ്ങിയത്. അരവയർ കെട്ടിവെച്ച് പട്ടിണി കിടന്നാണ് അവരത് വാങ്ങിയത്. അതാണ് നമ്മൾ ഇന്ന് ധൂമായിട്ട് തീർക്കുന്നത്. അന്നത്തെ കാലത്ത് പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് ബാങ്ക് ലോൺ ഇല്ല. ചിന്തിച്ചു നോക്കണം. ഒരു വീടും പറമ്പും പണയം വെച്ച് ബാങ്ക് ലോൺ എടുക്കുന്ന സമ്പ്രദായം അന്നില്ല. ഇന്ന് അനങ്ങ ജപ്തി, എവിടെ പോയാലും ജപ്തിയാണ് കേൾക്കുന്നത്. എന്തുകൊണ്ട്? ആ ഒരു സൗകര്യം വന്നു. ഉടനെ കൊണ്ടുപോയി വീടും പറമ്പും പണയപ്പെടുത്തി. അവസാനം എന്തുണ്ടായി? തെരുവിൽ കിടക്കേണ്ടി വരുന്നു, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? എന്തിനാ അങ്ങനെ ജപ്തി ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നത്? അന്നും ആളുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ പണത്തിന്റെ മൂല്യവും അന്നത്തെ പണത്തിന്റെ മൂല്യവും ഒന്നാണ്. പക്ഷെ നമ്മളുടെ ജീവിത രീതിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. സീരിയസ്ലി ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ജീവിത രീതിയാണ്. ആ രീതിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മുടെ മക്കളെയും ആ രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. മനസ്സിലായില്ലേ? ചെറിയ ചെറിയ തുക നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അത് വലിയ തുകയായി മാറുന്ന നമ്മൾ അറിയില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നോട്ട് ചെയ്ത കാര്യമാണത്. സ്വിഗ്ഗി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഈ സ്വിഗ്ഗിയില് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത്. സത്യം, ഞാൻ ഇന്ന് വരെ ആ സാധനം യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം സ്വിഗ്ഗിയില് പിസ്സ ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം ആ പിസ്സ വെജ് പിസ്സയാണെടാ, കഴിക്കടാ, ഉള്ളിയില്ല. ഞാൻ പറഞ്ഞു വേണ്ട. കാരണം ആ പിസ്സ ഉണ്ടാക്കുന്നത് നോൺ ഉണ്ടാക്കുന്ന കടയിലാണ്. എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. ഞാൻ ഷെയർ ചെയ്യാനുമില്ല, എനിക്ക് കഴിക്കാനും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരിരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ സത്യത്തിൽ എനിക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ അറിഞ്ഞൂടാ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വാസ്തവം. എനിക്ക് അറിയില്ല ഓർഡർ ചെയ്യാനൊന്നും. എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവർ ഓർഡർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പോഴേക്കും ഗൂഗിൾ പേയിൽ ഒരു ഓഫർ ഉണ്ട് അത്രേ. ആ ഓഫർ വെച്ച് നോക്കിയപ്പോഴേക്കും 128 രൂപ വാങ്ങുന്ന ബില്ലിൽ നിന്ന് കുറഞ്ഞു കിട്ടുമെന്ന്. അങ്ങനെ ഇവർ 500 രൂപയുടെ പിസ്സ അങ്ങാണ്ട് ഓർഡർ ചെയ്തു. ബില്ല് വന്നപ്പോഴത്തേക്കും 700 സംതിങ്. സംഭവം എന്താ? GST. ഞാനപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തു. അവരുടെ ഫോൺ വൈൻഡ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ സംഭവം എന്നറിയോ? GST, ഡെലിവറി ചാർജ്, പാക്കിംഗ് ചാർജ്, കൊണ്ടുവരുന്നവന്റെ ടിപ്പ് എല്ലാം ചേർത്തിട്ട് 700 സംതിങ്. കൊണ്ടുവന്നപ്പോഴേക്കോ നല്ല ഒരു കാർഡ്ബോർഡ് ബോക്സ് പോലത്തെ ബോക്സിന്റെ അകത്ത് 4 or 5 പീസാക്കി വെച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷൂട്ടിനും പോയി ഉള്ള ശബ്ദവും കൊടുത്ത് ഗതി കെട്ട് ഉണ്ടാക്കുന്ന പൈസയെന്ന് എണ്ണി ചുട്ട് കിട്ടുന്ന അപ്പം പോലെ കിട്ടുന്ന കാശിന്റെ അകത്തുനിന്ന് 1000 രൂപ ഡിം പോയതറിഞ്ഞില്ല. ഞാൻ അന്ന് രാത്രി മുഴുവൻ അവരോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇരുന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു 1 കിലോ അരിക്ക് എന്താ വില? അവസാനം അവർ ഈ പിസ്സ ഓർഡർ നിർത്തി. മെനയാന്ന് അതേപോലെ തന്നെ, അതേ ദിവസമാണോ എന്നറിയില്ല, അതിന്റെ 2 ദിവസം മുമ്പേ ആണോ എന്നറിയില്ല, നമ്മുടെ വീട്ടിൽ അരി കഴിഞ്ഞു. അയ്യോ, നമുക്ക് ഈ പറയുന്ന സാധനം എനിക്ക് കണ്ടുകൂടാ, ഈ പിസയും കൂസയും ഒന്നും. അരി കഴിഞ്ഞു. അരി എനിക്ക് കൊണ്ടുവരുന്നത് മീനു മാതാജിയാണ്. അപ്പൊ അരി തീർന്നപ്പോൾ ഞാൻ മീനുവിന് മെസ്സേജ് ഇട്ടു, മീനു അരി കഴിഞ്ഞടാ. കുഴപ്പമില്ല മാതാജി, ഞാൻ അവിടെ എത്തിക്കാന്ന് പറയും. കാരണം ഞാൻ ഈ തമിഴ്നാട്ടിലെ വൈറ്റ് റൈസ് അത്രയ്ക്ക് അങ്ങ് ഉപയോഗിക്കാറില്ല, ഒരു നിവൃത്തിയില്ലെങ്കിലേ കഴിക്കത്തുള്ളൂ. അങ്ങനെ അന്ന് മട്ട റൈസൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. ചെന്നൈയിൽ കിലോ 75-80 രൂപയാണ്. നാട്ടിലാണെങ്കിൽ പകുതി വിലയുള്ളൂ. അന്നേരം അതെ, അല്ല 40 രൂപയുടെ അരിയാണ് എനിക്ക് മീനു മാതാജി എത്തിച്ചിരുന്നത്. നല്ല അരിയാണ്, 40 രൂപ കിലോ.
ഇവിടെ 85 രൂപ മട്ടായിരിക്കും. ചിന്തിച്ചു നോക്കണം. മീനു മാതാജി 30 കിലോ 50 കിലോ അരി എനിക്ക് ഇവിടെ ഇങ്ങ് എത്തിക്കാറുണ്ട്, പാർസലിലൊക്കെ ഇട്ടിട്ട്. അതാണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ ഞാൻ പോകുമ്പോൾ ഞാൻ കൊണ്ടുവരും. അവിടെ അച്ഛൻ വാങ്ങിച്ചു തരും എനിക്ക് അരിയും സാധനങ്ങളും, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം. മഞ്ഞപ്പൊടിയൊക്കെ നമുക്ക് വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ 1 കിലോ അരി മേടിക്കാം. എൻ്റെ കൂട്ടുകാരോട് പറയാണ് നമുക്ക് മേടിക്കാം, ചോറുണ്ടാക്കാം പെട്ടെന്ന്. വേണ്ട, നമുക്ക് വൈകുന്നേരം പോയി മേടിക്കുന്ന ഉച്ചയ്ക്ക് ഒരു ചോറ് ഓർഡർ ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാനില്ല, ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ടാവും, എനിക്ക് വേണ്ട. ഷോ നീ എന്തോന്നിത്? ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ചെറുപയർ പുഴുങ്ങിയ അത് മതി, ഞാനത് കഴിച്ചോളാം, ഒരു ചോറ് കഴിച്ചില്ലെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോഴേക്കും ഇവർ ചോറും കറിയൊക്കെ ഓർഡർ ചെയ്തു. ചോറും കൂട്ടാനെന്ന് പറയുന്ന ഒരു മലയാളി കടയുണ്ട് ഇവിടെ, അവിടെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത്. ചോറ് ഓർഡർ ചെയ്തു. നിങ്ങൾക്ക് കേൾക്കണോ? സ്പെഷ്യൽ മീൽസ് 350 രൂപ. എൻ്റെ വയറ്റുന്നൊരു കിടുങ്ങലായിരുന്നു കേട്ടത്. 350 രൂപ ഒരു ഊണിന്. ഇത് ഈ സ്വിഗ്ഗിയിലായതുകൊണ്ട് നല്ല ചിത്രങ്ങളൊക്കെ കൊടുത്ത് ചോറ്, കറി, തോരൻ, പപ്പട, അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാം കൂടെ വെച്ച് അതിൻ്റെ കൂടെ എക്സ്ട്രാ ബട്ടർ മിൽക്ക്, അതായത് മോര്, പിന്നെ എന്താണ് ഗുലാബ് ജാം, ഇതെല്ലാം കൂടെ വെക്കുമ്പോഴേക്ക് കൂടുകയാണ്. 400-450 രൂപയാണ്. 2-3 ഊണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് 900 രൂപയ്ക്ക്. ഞാൻ അവളോട് പറഞ്ഞു 1000 രൂപ മതി ചവിട്ടിപ്പിടിച്ചാൽ ഒരു മാസം റൺ ചെയ്യാന്ന് പറഞ്ഞു. 1 കിലോ അരി ഉണ്ടെങ്കിൽ നമുക്ക് 3 ദിവസം കഴിക്കാന്ന് പറഞ്ഞു. 3 ദിവസം നമുക്ക് ഭക്ഷണം ഉണ്ടാവും 1 കിലോ അരിക്ക്. രാത്രി ഞങ്ങളൊക്കെ ചപ്പാത്തിയാണ്. 1000 രൂപയ്ക്ക് 3 ഊണ്. എന്താ കഥ എന്ന് ചോദിച്ചു. അങ്ങനെ അവരെ ട്രെയിൻ ചെയ്ത് ഇപ്പൊ അങ്ങോട്ടേക്ക് ഭയങ്കര പിശുക്കരായി മാറിയിരിക്കുകയാണ് അവര്. ഒരുപാട് പിശുക്കരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വിഗ്ഗി പോലെയുള്ള ആപ്പുകള് നമ്മൾക്കത് ഗുണകരമല്ല. എനിക്ക് ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഗുണകരമല്ല. നമ്മളുടെ ഈസി ആക്സസ് അത് നമ്മുടെ ജീവിതം നശിപ്പിക്കും. ഇതേപോലെ ഒരു സാധനമാണ് പനീർ. പനീർ പുറത്തു പോയി കഴിക്കുവാണെങ്കിൽ എന്താ അതിന്റെ റേറ്റ് എന്നറിയാമോ നിങ്ങൾക്ക്? ഭയങ്കര റേറ്റ് ആണ് പനീറിന്, അല്ലേ? അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങളൊക്കെ വെജ് അല്ലേ, പനീർ വാങ്ങിക്കാൻ എന്തോ 200 സംതിങ് ഉള്ളൂ. നമ്മളിവിടെ വീട്ടിൽ പനീർ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. പക്ഷെ പനീർ വാങ്ങിക്കുക, ഒരു ചെറിയൊരു സാധനം പറഞ്ഞുതരാം നിങ്ങൾക്ക്, യൂസ് ആവും. പനീർ വാങ്ങിയിട്ട് കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കി, അത് വളരെ ചെറിയ നമ്മുടെ കടലയിലെ വലുപ്പമുള്ള കഷ്ണമാക്കിയിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് മിക്സിയുടെ ജാർ എടുക്കുക, കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, 1 തക്കാളി, 1 പച്ചമുളക്, 2-3 കറിവേപ്പില, ഉപ്പ്. നമ്മുടെ വെജ് ചിക്കൻ മസാല മഞ്ചരീസിൽ ലഭ്യമാണ്. ആ വെജ് ചിക്കൻ മസാലയും കുറച്ചിടുക. വെള്ളം ചേർക്കാതെ അങ്ങ് അടിച്ചോളൂ. തക്കാളിയുടെ ആ ജ്യൂസ് കൊണ്ട് നന്നായിട്ട് നല്ലൊരു മസാലയായി കിട്ടും. അത് ഈ കുട്ടിയായിട്ട് അരിഞ്ഞു വെച്ച പനീരിലേക്ക് നന്നായിട്ട് അങ്ങോട്ടേക്ക് കുഴച്ച് വെക്കാം. അവിടെ അടച്ചൊരു ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഫ്രീസറിലോ മറ്റോ വെക്കണം. അപ്പോഴേ ആ പനീറിലേക്ക് അതങ്ങ് സ്റ്റഫ് ആവത്തുള്ളൂ. എന്നിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് വേണമെങ്കിൽ പൊട്ടിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ച് 2 വറ്റൽമുളക് ഇടുക, 2 കറിവേപ്പില ഇടുക. ആ സമയത്ത് തന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 2-3 കുരുമുളക്, വെറും 3 കുരുമുളക് ഇട്ടാൽ മതി. 2-3 ഗ്രാമ്പു ഇടുക, ഒരു കഷ്ണം പട്ട ഇടുക, കുറച്ച് പെരിഞ്ചീരകം, ഒരു നുള്ള് പെരിഞ്ചീരകം ഇടുക. എന്നിട്ട് ഈ കുഴച്ച് വെച്ച സാധനം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി നിങ്ങൾ കഴിച്ചു നോക്ക്. ഒന്നും പറയാനുണ്ടാവില്ല, നിങ്ങൾ അതിന് അഡിക്റ്റ് ആവും. അത്രയും നല്ല ടേസ്റ്റി പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കും. ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവും. അതേസമയം ഒരു 5 പീസ് പനീർ നമ്മൾ കടയിൽ പോയി കഴിക്കുവാണെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പ അതിന് 1000 രൂപയോളം കൊടുക്കണം. നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് ഇവരെ കൂടെ കയറാണ്ട് നിവർത്തിയില്ല. പക്ഷെ ഞാൻ കഴിക്കൂല, തിരിച്ചു പോരും. കാരണം എനിക്കിതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭയങ്കര പൈസയാണ്. ഇപ്പൊ ഞാൻ അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തത് കാരണം ഇവർ ഈ ഹോട്ടൽ പനീറൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ ഒരേ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം ചേഞ്ച് ആവുന്നത് കാണാം. ഒരു അക്കൗണ്ട്സ് വെക്കണം ജീവിതത്തിൽ, നിർബന്ധമാണ്. വളരെ അക്കൗണ്ടബിൾ ആയിരിക്കണം ജീവിതം. അത്രയും അക്കൗണ്ടബിൾ ആയ ജീവിതം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജപ്തിയിൽ നിന്നും പല പല പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് വേണ്ടപ്പാ മഞ്ചരീസിൽ ആർക്കും ബുദ്ധിമുട്ട് വേണ്ട, ജീവിതത്തിൽ ദാരിദ്ര്യം വേണ്ട. നമ്മളെല്ലാം സാധാരണക്കാരാണ്. ഈ ലൈവിൽ ഇരിക്കുന്ന 191 പേരും
വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും സാധാരണക്കാരും പാവങ്ങളുമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അക്കൗണ്ടബിൾ ആയിരിക്കണം ജീവിതം. ഇന്ന് മുതൽ നിങ്ങൾ ആരും 10 രൂപ അനാവശ്യമായിട്ട് കളയരുത്. കൊടുക്കേണ്ട അർഹതപ്പെട്ടവരിലേക്ക് മാത്രം കൊടുക്കുക. ഗ്രൂപ്പിലിട്ടരാ കൊടുക്കുക, അല്ലാതെ വെറുതെ കൊടുക്കരുത്. അനാവശ്യമായിട്ട് എവിടെയും പൈസ കളയരുത്. മനസ്സിലായില്ലേ? അതിന് ഭഗവാൻ ഉത്തരവാദികളല്ല. അതാദ്യം ചിന്തിക്കൂ. അതുകൊണ്ട് ദൈവത്തോർത്തിട്ട് 10 രൂപ അനാവശ്യമായിട്ട് കളയരുത്. ഓക്കെ? അപ്പൊ ഇവിടെ നമ്മുടെ എന്താ പറയാ, ആര് പറയുന്നു, വിതുരർ പറയാണ് ധൃതരാഷ്ട്രരോട്, അങ്ങയുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോജയം സാധിക്കാത്തവരാണെന്ന്, മനസ്സിനെ ജയിക്കാത്തവരാണെന്ന്. അല്ലെ? പാണ്ഡവന്മാരോടുള്ള ദേഷ്യം കാരണം അവരുടെ ബുദ്ധി അങ്ങ് നശിച്ചു പോയിരിക്കുകയാണ്. പാണ്ഡവന്മാരോട് ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ബുദ്ധി അങ്ങ് നശിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാനിപ്പോ ഈ കുടിക്കുന്ന കോഫിയിൽ പഞ്ചസാര ഇടാറില്ല. അല്ല ബിന്ദുമ്മേ? പഞ്ചസാര ഇടാറില്ല. 2 കാരണമാണ്. ഒന്ന്, പഞ്ചസാരക്ക് റേറ്റ് കൂടി. 2, പഞ്ചസാര ശരീരത്തിന് അത്രയ്ക്ക് നല്ലതല്ല. 3, നാവിന്റെ രുചിയെ, ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ ഒരു ട്രെയിനിങ്. അറിയാമോ? ഞാൻ ആലോചിച്ചപ്പോഴേ ചൂടുവെള്ളം കുടിക്കുന്നതും എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ ചൂടുവെള്ളത്തിന്? ഇല്ല. പിന്നെ ഈ കാപ്പിയിൽ ഞാൻ എന്തിനാ പഞ്ചസാര ഇട്ട് കുടിക്കുന്നത്? കുറച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. ഒറ്റയടിക്ക് കുറച്ചിട്ടില്ല. കുറച്ചായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. നാവിന്റെ രുചിയൊക്കെ മെല്ലെ നിയന്ത്രിച്ചു കൊണ്ടുവരണം. എനിക്ക് ഭയങ്കര സ്പൈസി ഫുഡായിരുന്നു ഇഷ്ടം. ഇപ്പൊ അതൊക്കെ മാറ്റി സ്പൈസ് ഒക്കെ ഒന്ന് ജീവിതത്തിൽ നിന്ന്, എരിവൊക്കെ ഒന്ന് ഒഴിവാക്കി, മധുരം ഒന്ന് ഒഴിവാക്കി, പുളിയൊക്കെ ഒന്ന് ഒഴിവാക്കി, ഭയങ്കര നമുക്കൊരു, ഞാൻ പറയല്ലേ, നിങ്ങൾ ഇതൊന്ന് ട്രെയിൻ ചെയ്ത് നോക്ക്. ഭയങ്കര സുഖമായിരിക്കും, സമാധാനമായിരിക്കും. ഉറക്കത്തെ നിയന്ത്രിച്ച് കാശും മുതലാവും, ആരോഗ്യവും ലഭിക്കും. എന്തിനാ വെറുതെ ജീവിതത്തിന്റെ അവസാന കാലം പോയി ഇൻസുലിൻ കുത്തിവെക്കുന്നത്? പാണ്ഡവന്മാരോടുള്ള ദേഷ്യം കാരണം കൗരവന്മാരുടെ ബുദ്ധി നശിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആരോടും ദേഷ്യം വേണ്ട കേട്ടോ. നമ്മളുടെ ബുദ്ധിയെ നശിക്കൂ. ഇവിടെ കൗരവന്മാർക്ക് പാണ്ഡവന്മാരോടാണ് ദേഷ്യം. എന്നിട്ട് ആരുടെ ബുദ്ധിയാണ് നശിക്കുന്നത്? കൗരവന്മാരുടെ ബുദ്ധി. പാണ്ഡവന്മാര് നശിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതേപോലെ നമ്മളും എന്താ ചെയ്യുന്നത്? ദീപമാതാജിയെ ഞാൻ ഒഴിവാക്കി തരാം, അല്ല മധുരം ഒഴിവാക്കിപ്പിച്ചരാം. അപ്പൊ നമ്മളും എന്താ ചെയ്യേണ്ടത്? നമ്മളും ആരോടും ദേഷ്യം വെക്കരുത്. മനോജിട്ട ഹരേ കൃഷ്ണ. ആരോടും ദേഷ്യം വെക്കരുത്. ആരോടെങ്കിലും ദേഷ്യം വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ് നശിക്കുന്നത്, നമ്മുടെ സമാധാനമാണ് നശിക്കുന്നത്. ആരോടും വ്യക്തി വൈരാഗ്യം വേണ്ട. സ്വസ്ഥമായി, സമാധാനമായി, മനസ്സമാധാനത്തോടുകൂടി നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. ഭവാന്റെ പുത്രന്മാരിൽ സദ്ഗുണ സമ്പന്നനും വിവേകിയും ധർമ്മജ്ഞനും തേജസ്സും പ്രജ്ഞയും ചേർന്നവനാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ എന്തെല്ലാം കഴിവുകളുണ്ടെന്നറിയോ? പാണ്ഡവന്മാരില് സദ്ഗുണ സമ്പന്നനാണ്. കാരണം എന്താ? അദ്ദേഹം നല്ല ധർമ്മത്തെ മുറുകെ പിടിച്ച വ്യക്തിയാണ്. ധർമ്മം വിട്ട് ഒരു കളി യുധിഷ്ഠിരൻ കളിക്കില്ല. വിവേകിയാണ്, നല്ല ബുദ്ധിപൂർവമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ധർമ്മജ്ഞനാണ്, ധർമ്മം വിട്ട് അദ്ദേഹം ജീവിക്കില്ല. തേജസ്സുള്ള വ്യക്തിയാണ്. കാരണം എന്താ? ഇതുപോലെ ധാർമ്മികമായി ജീവിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഓട്ടോമാറ്റിക്കലി ഒരു തേജസ് വരും. നമ്മൾ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അറിയാതെ ഒരു തേജസ് നമ്മുടെ മുഖത്ത് വരും. സൗന്ദര്യം വർദ്ധിക്കും. കാര്യമായിട്ട് പറയണം, എല്ലാവർക്കും ഇഷ്ടമല്ലേ സൗന്ദര്യം? നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആയാൽ മതി, ധർമ്മത്തിൽ ഉറച്ചു നിന്നാ മതി, ഈശ്വരനെ മുറുകെ പിടിച്ചാൽ മതി, ആരോടും വ്യക്തി വൈരാഗ്യം സൂക്ഷിക്കാഞ്ഞാൽ മതി, നമ്മുടെ മുഖത്ത് ഓട്ടോമാറ്റിക്കലി ഒരു തേജസ് വരും. ക്ലിയർ? പ്രജ്ഞയും ചേർന്നവനാണ്. സത്യം, നീതി, ന്യായം, ധർമ്മം ഇതൊന്നും വിട്ട് കളിക്കാത്ത നല്ല കഴിവുള്ള വ്യക്തിയാണ് യുധിഷ്ഠിരൻ. പിന്നെന്താ പറയുന്നത്? ഭവാനോടുള്ള ഭക്തി ബഹുമാനങ്ങൾ കൊണ്ട് ആ മഹാത്മാവ് എല്ലാ ക്ലേശങ്ങളെയും സഹിച്ചു വരികയാണ്. ആരോട്? ധൃതരാഷ്ട്രരോടുള്ള ഭക്തി ബഹുമാനം കൊണ്ടാണ് യുധിഷ്ഠിരൻ എല്ലാം സഹിക്കുന്നത്. സ്വന്തം ഭാര്യ അപമാനിക്കപ്പെട്ടതും, ഈ സഹോദരങ്ങളുടെ കൂടെ കാട്ടിൽ കിടക്കേണ്ടി വന്നതും, ഭക്ഷണം ഇല്ലാതിനും എല്ലാം സഹിച്ചു അദ്ദേഹം. ധർമ്മപുത്രനെ വരുത്തി വേണ്ടതുപോലെ സ്വീകരിക്കുകയും സത്കരിക്കുകയും ചെയ്യേണ്ടത് അങ്ങയുടെ കടമയാണ്, അല്ലെ?
ധൃതരാഷ്ട്രന്റെ കടമയാണ് ധർമ്മപുത്രരെ വരുത്തുക, അദ്ദേഹത്തോട് നല്ല മര്യാദയോടുകൂടി പെരുമാറുക എന്നുള്ളത്. ധൃതരാഷ്ട്ര അപ്പോ വീണ്ടും വിതുരരോട് ധർമാർത്ഥയുക്തങ്ങളായ വാക്കുകൾ പറയാൻ അപേക്ഷിച്ചു. ഇനിയും ധർമ്മത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വിതുരരെ നിങ്ങൾ പറയൂന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാണ്, ഉപദേശം നിരർത്ഥകവും നിഷ്ഫലമാണെന്നറിഞ്ഞിട്ടും വിതുരര് വീണ്ടും പറഞ്ഞു. വിതുരർക്കറിയാം ധൃതരാഷ്ട്രോട് എന്ത് ഉപദേശം കൊടുക്കുന്നതും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണെന്ന്, ഒരു പ്രയോജനവും ഇല്ല. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ തലയിലോട്ട് അങ്ങ് കേറില്ല. വെറുതെ ഉപദേശിക്കണേ, എന്നാലും കുഴപ്പമില്ല, പറയാം. രാജാവേ, തീർത്ഥസ്ഥാനം പുണ്യമാണ്, തീർത്ഥങ്ങളിൽ കുളിക്കുന്നത് പുണ്യമാണ്. എങ്കിലും ആർജവമില്ലെങ്കിൽ അത് നിഷ്ഫലമാണ്. നമ്മളത് മനസ്സുകൊണ്ട് അറിഞ്ഞു കുളിച്ചില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്, അല്ലെ? ആ തീർത്ഥത്തിൽ പോയി ഞാൻ കുറെ പാപം ചെയ്തു, ഞാൻ പോയിട്ട് തീർത്ഥത്തിൽ ഹരിദ്വാറിലൊക്കെ പോയി മുങ്ങി കുളിച്ചു, എന്റെ പാപം പോയി, ഞാൻ വീണ്ടും ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ തീർത്ഥത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ, ബിന്ദുമ്മേ നട്ടൽ നിവർത്തി നേരെ ഇരുന്ന് ജപിച്ചേ. നമ്മൾ ആ തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മനസ്സും നന്നാവണം, ശരീരവും നന്നാവണം, ചിന്തകളും ബോധവും നന്നാവണം. അല്ലാതെ തെറ്റ് ചെയ്തിട്ട് വീണ്ടും പോയി തെറ്റുകളെല്ലാം കുളിച്ചു കഴിഞ്ഞ് വീണ്ടും തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ആ കുളിയെ കാണരുത്. ഭവാന് പുത്രന്മാരിൽ ആർജവം ഉണ്ടാകട്ടെ. പുത്രസ്നേഹം നിമിത്തം ആർജവം വിടുകയാണെങ്കിൽ സർവനാശമായിരിക്കും ഫലം. നിങ്ങൾ മക്കളെ സ്നേഹിച്ചോളൂ, പക്ഷെ മക്കളിൽ അങ്ങോട്ട് അഡിക്ഷൻ ആവരുത്. കുട്ടികളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതിരിക്കരുത്. ആ തെറ്റുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. പുത്രസ്നേഹം നിമിത്തം ആർജവം വിടരുതെന്നുള്ളതിന് ഉദാഹരണമായി പ്രഹ്ലാദിന്റെ ഒരു കഥ അങ്ങ് കേട്ടിട്ടില്ലേ? വിതുരർ ചോദിക്കണം. ഒരിക്കൽ കേശിനി എന്നൊരു സുന്ദരിയായിരുന്നു. അവളുടെ പാണീഗ്രഹണ വിഷയത്തിൽ പ്രഹ്ലാദപുത്രനായ വിരോചനനും, കേശിനി എന്ന് പറയുന്ന ഒരു സുന്ദരിയുടെ കല്യാണ സമയത്ത് പ്രഹ്ലാദന്റെ മകനായ വിരോചനനും ബ്രാഹ്മണ യുവാവായിരിക്കുന്ന സുധാനവും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. സുധാനവും പ്രഹ്ലാദന്റെ മകനായിരിക്കുന്ന വിരോചനനും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി. അവരിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നാണ് അവരുടെ വഴക്ക്. അതറിയാൻ വേണ്ടിയിട്ട് അവർ ആരെടുത്ത് വന്നു? പ്രഹ്ലാദന്റെ അടുത്ത് വന്നു. പ്രാണൻ പണയം വെച്ച് തന്നെ കൊണ്ടാണ് അവർ വാദിച്ചത്. രണ്ടുപേരും അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് വാദിച്ചത്. പ്രാണൻ തന്നെ പണയം വെച്ച് വാദിച്ച സമയത്ത് അതിൽ പ്രഹ്ലാദൻ എന്ത് ചെയ്തു? സ്വന്തം മകന്റെ ജീവൻ പോകും എന്നറിഞ്ഞിട്ട് കൂടി, പ്രഹ്ലാദൻ ഭയങ്കര ധർമ്മിഷ്ഠനാണ്, അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ മകൻ വിരോചനൻ ആണ് തോറ്റതെങ്കിൽ അവന്റെ ജീവൻ നഷ്ടപ്പെടും, എന്നാൽ പോലും ഞാൻ ധർമ്മം കൈവിട്ട് കളിക്കില്ല. പ്രഹ്ലാദൻ അതറിയാം. എന്നാൽ കൂടി പ്രഹ്ലാദൻ എന്തു പറഞ്ഞു? ബ്രാഹ്മണകുമാരനായിരിക്കുന്ന സുധാനുവാണ് ശ്രേഷ്ഠൻ, വിരോചനനല്ല. പ്രഹ്ലാദന്റെ മകൻ വിരോചനനാണ്. അപ്പൊ പറഞ്ഞു, വിരോചനനല്ല ശ്രേഷ്ഠൻ, ബ്രാഹ്മണകുമാരനായിരിക്കുന്ന സുധാനുവാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. ആ ആർജവമാണ് പുത്രന്മാരുടെ കാര്യത്തിൽ അങ്ങേക്കും ഉണ്ടാകേണ്ടത്. കുട്ടികളുടെ തെറ്റുകൾ തെറ്റാണെന്ന് തന്നെ വിധിക്കണം, നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. പുത്രന്മാർക്ക് വേണ്ടി അത്യന്തം അനർത്ഥം പറഞ്ഞാൽ അങ്ങയും പുത്രാദികളും എല്ലാം നശിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങിപ്പോ കൗരവന്മാരായിരിക്കുന്ന ദുര്യോധനാദികളെ, അങ്ങയുടെ മക്കളെ, അങ്ങയുടെ മകനായിരിക്കുന്ന ദുര്യോധനനെ അങ്ങ് ചേർത്തങ്ങ് പിടിച്ചു, അല്ലെ? അതിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കുലം തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ്. മറക്കരുത്. മക്കളുടെ തെറ്റുകള് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? സപ്പോർട്ട് ചെയ്യരുത്. സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ കുലം തന്നെ നശിച്ചു പോകും. നമ്മുടെ വംശം നിലനിർത്തേണ്ടത് നമ്മുടെ മക്കളാണ്. മക്കളെ കൊണ്ട് നന്മ പറയിപ്പിക്കുക, നന്മ ചെയ്യിക്കുക, സത്യം പറയിപ്പിക്കുക. 350 ആയല്ലേ? പോരട്ടെ, 500 നമ്മുടെ ഷെയറിങ്. ഇനി ആരൊക്കെയുണ്ട് അവരവരുടെ പേജുകളിലേക്ക് നമ്മുടെ ലൈവ് ഷെയർ ചെയ്യും. നിങ്ങളുടെ സ്വന്തം ഫേസ്ബുക്ക് പേജിലേക്ക് ഷെയർ ചെയ്യും. കാരണം ഇപ്പൊ നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ആ തെറ്റിന്റെ ഫലം നമ്മൾ അപ്പം മറച്ചു വെക്കും. പക്ഷെ പിന്നെ അവർ നമ്മൾക്ക് നേരെ ആ ആയുധം പ്രയോഗിക്കും, ഉറപ്പായിട്ടും പ്രയോഗിക്കും. നമ്മളൊന്ന് വയ്യാതെ ആയിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ചൂഷണം ചെയ്യും. അങ്ങനെ ഒരു അച്ഛനും അമ്മയും ഈ ലൈവിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അച്ഛനും അമ്മയുണ്ട്, നിസ്സഹായരായ ഒരു അച്ഛനും അമ്മയും ഈ ലൈവിലുണ്ട്. ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളാവാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ വരച്ച വരയിൽ കൊണ്ടുവരണം. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. നിർബന്ധമായി മക്കളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കണം.
രാജേട്ടാ നമസ്കാരം. എൻ്റെ മകനുള്ളത് കോഴിക്കോടാണ്. ഞാൻ എൻ്റെ മകനേന്നും പറഞ്ഞ് ചത്തു മരിച്ചൊന്നും എൻ്റെ മകൻ്റെ അടുത്ത് കിടക്കുന്നില്ല. അവൻ്റെ തുണി അവൻ കഴുകട്ടെ, അവന് പഠിക്കാനുള്ളത് അവൻ പഠിക്കട്ടെ, അവൻ ചെയ്യേണ്ട ജോലി അവൻ ചെയ്യണം, അല്ലാതെ ഞാനല്ല ചെയ്യേണ്ടത്. അവന്റെ ജീവിതത്തിൽ അവൻ ഉയർന്നു വരണമെങ്കിൽ അവന്റെ സ്വന്തമായ കാര്യങ്ങൾ അവൻ ചെയ്ത് ശീലിക്കണം. അമ്മ എന്ന നിലയ്ക്ക് ഒരു 5-6 വയസ്സ് വരേക്കും ഞാൻ ചെയ്യേണ്ട സപ്പോർട്ടെല്ലാം അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും ടിഫിൻ പൊതിയാനും ഇനിയും ബുക്ക് എടുത്തു കൊടുക്കാനും പഠിക്ക് എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി. അവന്റെ ജീവിതമാണ് അത്. അവൻ കഷ്ടപ്പെട്ട് അവൻ അധ്വാനിച്ച് അവൻ ചെയ്യട്ടെ. അതാണ് അതിന്റെ ശരി. ഞാൻ പറഞ്ഞു +2 കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലിക്ക് പോകണം. പാർട്ട് ടൈം ജോലിയിൽ നിന്ന് കിട്ടുന്ന കാശ് മാസം നീ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ട് നിന്റെ ഹയർ എഡ്യൂക്കേഷന്റെ ഫീസിലേക്ക് നീ അടയ്ക്കണം. എല്ലാ കോൺട്രിബ്യൂഷനൊന്നും എന്നോടും പപ്പയോടും ചോദിക്കരുത്, നടക്കില്ല. നമുക്ക് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ലാളനയല്ല കൊടുക്കേണ്ടത്. മക്കളെ അവരുടെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ആ കടിഞ്ഞാണിലൂടെയാണ് നമ്മൾ മക്കളെ വളർത്തേണ്ടത്. കുട്ടികളെ സ്നേഹിച്ചോ ലാളിച്ചോ, പക്ഷേ ആ ലാളനയും സ്നേഹവും ധൃതരാഷ്ട്രർ ദുര്യോധനനെ വളർത്തിയ പോലെ ആവരുത്. അങ്ങനെ ചെയ്താൽ കുലം നശിക്കുന്നത് നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. നമ്മുടെ കുലം ആരാണ് നിലനിർത്തേണ്ടത്? നമ്മുടെ മക്കളാണ് നിലനിർത്തേണ്ടത്, അല്ലെ? ആ കുലം നിലനിർത്തേണ്ട മക്കളെ സ്നേഹം കൊണ്ട് മൂടിയിട്ടല്ല വളർത്തേണ്ടത്. കാര്യഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയാണ് വളർത്തേണ്ടത്. നമ്മുടെ കയ്യും കാലും ഒന്ന് തളർന്നാൽ നമുക്കൊന്നും വേണ്ട, അമ്മ എന്താ കിടക്കുന്നത് എന്ന് ചോദിക്കാനെങ്കിലും മനസ്സുള്ള വ്യക്തികളാക്കി നമ്മുടെ മക്കളെ മാറ്റണം. നമ്മുടെ സനാതന ധർമ്മം, സത്യം, നീതി, ന്യായം, ധർമ്മം, ഇത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വേണം നമ്മളെ മക്കളെ വളർത്താൻ. തെറ്റാണ് ചെയ്തതെങ്കിൽ തെറ്റെന്ന് മുഖത്ത് നോക്കി പറയണം. പിന്നെ ആ തെറ്റ് ആവർത്തിക്കാനുള്ള അധികാരം അവന് ഉണ്ടാവരുത്. അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. അല്ലാതെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത് പോട്ടട ചക്കര ഇല്ലട പൊന്നല്ലട ഇങ്ങനെയല്ല വളർത്തേണ്ടത്. അത് വളർത്തു ദോഷമാണ്. നാളെ അവര് തിരിഞ്ഞു എന്ന് ചോദിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ആ അവസരം നമ്മൾ ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ധൃതരാഷ്ട്രോട് വിദുരർ പറഞ്ഞു കൊടുക്കാണ്, അങ്ങയുടെ മകനോട് കാണിച്ച അമിത വാത്സല്യമാണ് ഇന്ന് അങ്ങയുടെ കുലം നശിക്കാൻ കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ശരിയല്ലേ? യജ്ഞം, അധ്യയനം, ദാനം, തപസ്, സത്യം, ക്ഷമ, ദയം, ലോപം, ഇവ 8 ധർമ്മത്തിന്റെ മാർഗങ്ങൾ എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ വെറും ധർമ്മമല്ല. ധർമ്മത്തിന് 8 മാർഗങ്ങൾ, 8 വഴിയുണ്ട്. യജ്ഞം, അധ്യയനം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ദാനം ചെയ്യാൻ പഠിക്കണം. തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിരുന്ന് തപസ് ചെയ്യുന്നതാണോ തപസ്? അല്ല. തപസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നിഷ്ഠകളാണ് തപസ്. ജപിക്കണം, ജപിച്ചേ പറ്റൂ. വിളക്ക് വെക്കണം, വിളക്ക് വെച്ചേ പറ്റൂ. പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഓൺലൈൻ ഓർഡറുകളെല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ അടുക്കളയിൽ കയറി ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതാണ് ജോലി. അതൊരു തപസ്സാണ്. വീട് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് ഒരു തപസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും തപസ്സാണ്. കർമ്മം തപസ്സാണ്. അതാണ് തപസ്. സത്യം, സത്യമേ പറയാൻ പാടും. തല പോയാലും ശരി കളവ് പറയരുത്. നമ്മുടെ ഇന്നലകളുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല കളവും പറഞ്ഞിട്ടുണ്ടാവും. സത്യം പറഞ്ഞു നോക്കൂ, ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തിനു വേണ്ടിയും നമ്മൾ കളവ് പറയരുത്, തെറ്റാണ്. കളവിൽ ഗുരുവായൂരപ്പൻ ജീവിക്കുന്നില്ല, അദ്ദേഹം കുടികൊള്ളുന്നില്ല. അസത്യത്തിൽ ഗുരുവായൂരപ്പൻ ഇല്ല, സത്യത്തിലേ ഗുരുവായൂരപ്പനുള്ളൂ. കളവ് നമുക്ക് തരുന്നത് എന്താണെന്നറിയോ? താൽക്കാലിക വിജയമാണ്. നമുക്ക് താൽക്കാലിക വിജയമാണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ഉറച്ച വിജയമാണ്, എന്നെന്നും നിലനിൽക്കുന്ന വിജയമാണ്, അല്ലെ? താൽക്കാലിക വിജയം നമുക്ക് വേണ്ട. നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ, അതാണ് വേണ്ടത്. ചിലപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ കളവ് പറഞ്ഞു പോയാൽ നമ്മളത് തിരുത്തണം, തിരുത്തി പറഞ്ഞേ പറ്റൂ. സത്യം പറഞ്ഞിട്ട് ഒരു വ്യക്തിയും എവിടെയും തോറ്റുപോയിട്ടില്ല. ഈശ്വരന്റെ കരങ്ങൾ അവനെ താങ്ങി നിർത്തിയിട്ടുണ്ട്. 425 ഈശ്വരന്റെ കരങ്ങൾ സത്യത്തെ താങ്ങി നിർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ എവിടെയുണ്ട്, നമ്മൾ അവിടെ മതി. ഗുരുവായൂരപ്പൻ നീതിയിലും ന്യായത്തിലും ധർമ്മത്തിലും അധ്യയനത്തിലും ദാനത്തിലും തപസ്സിലും സത്യത്തിലും ക്ഷമയിലും ദയയിലുമാണ് ഗുരുവായൂരപ്പനുള്ളത്.
വിശക്കുന്നവന്റെ മുന്നിലൂടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണവും കഴിച്ച് നമ്മൾ ആ ടിഷ്യൂ പേപ്പർ കയ്യും തുടച്ച് അവിടെ കാണുന്ന വേസ്റ്റ് ചവട്ടുകൊട്ടയിലേക്ക് ടിഷ്യൂ പേപ്പറും ഇട്ടിട്ട് നമ്മളെ വിളിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് കരുണയോടുള്ള ആ കണ്ണുകളുമായി നിൽക്കുന്ന വാർദ്ധക്യം നിഴലിച്ച എത്രയോ വ്യക്തികളെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് വലിയ വലിയ ഹോട്ടലിന്റെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ സല്യൂട്ട് അടിച്ചു, നമ്മുടെ ഡോറ് തുറന്നു തന്നും, നമ്മളെ വിളിച്ചു കയറ്റിയും നമ്മളോട് നമസ്കാരം പറഞ്ഞും ഈ ജീവിതങ്ങളെയും കണ്ടുകൊണ്ട് ഞാനെന്ന ഭാവത്തിൽ കാറിന്റെ ഫ്രണ്ടിൽ കയറിയിരുന്ന് നെളിഞ്ഞു വരുന്ന വ്യക്തിത്വങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പുച്ഛം തോന്നും നമുക്ക് അവരോട്, അല്ലെ? ആ ഹോട്ടൽ വരാന്തകളിലും വഴികളിലും ഒക്കെ ഇങ്ങനെ വല്ലതും തരുമെന്ന് ചോദിച്ച് യാചിച്ചിരിക്കുന്നവന്റെ മുമ്പിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുക്കാതെ ചിക്കനും മട്ടനും തിന്നു വരുന്നവനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും വിളിക്കാൻ പറ്റില്ല മനുഷ്യനെന്ന്. ഞാൻ അന്നദാനം കൊടുക്കാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. പല തട്ടുകടകളുടെ മുമ്പിലും ചിക്കനും മട്ടനും വറക്കും എന്തെങ്കിലും തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എത്രയോ വ്യക്തികൾ, എത്രയോ ആളുകള് അവരുടെ കയ്യിലേക്ക് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കൊണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്കുണ്ടാവുന്ന സന്തോഷം. കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഉച്ചയ്ക്ക് ചോറ്, കറി, തോരൻ, പപ്പടം, അച്ചാറ്, മോരുണ്ടെങ്കിൽ മോര്, അല്ലെങ്കിൽ രസം. ഇതുകൊണ്ടായില്ല, കൂട്ടുകറി, ഒഴിച്ചു കൂട്ടാൻ സാമ്പാറ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ ഒരു ദിവസം പനീർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൈ ആക്കും, അല്ലെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ആക്കും. ഇനി അതും അല്ലെങ്കിൽ ചെറിയ സോയ ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബോട്ടിൽ വെള്ളവും. അവന്റെ ജീവിതത്തിൽ അവൻ കഴിച്ച ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് നമ്മൾ കൂടെ. ഇത് തന്നെയാണ് നമ്മളും അന്നേ ദിവസം കഴിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയൊന്നും ഉണ്ടാവില്ല. ഒരു ചോറും ഒരു കറിയും ഉണ്ടാവുള്ളൂ, അത് മതി. ഭഗവാൻ ഇതെല്ലാം വെക്കുകയും ചെയ്യും അന്നദാനത്തിന്റെ ദിവസം. ഇതാണ് നമ്മൾ കൊടുക്കുന്ന അന്നദാനം. വൈകിട്ടാണെങ്കിലോ 4 ഇഡ്ലി, 2 വട, ഒരു സാമ്പാറ്, 2 തരം ചട്നി. എന്തിനാ ഇത്രയും കൊടുക്കുന്നത്? പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ അറിയോ? ഇഡ്ലിയും കേടാവില്ല, വടയും കേടാവില്ല. അവൻ എന്താ ചെയ്യാ? ഇഡ്ലിയും കഴിക്കും, സാമ്പാറും കഴിക്കും. ആ വടയും ചട്നിയും രാവിലത്തേക്ക് സൂക്ഷിക്കും. രാവിലെ ആയിക്കഴിഞ്ഞാൽ ആ വടയും ചട്നിയും കഴിക്കും. അവർക്ക് ഡിന്നറും ആയി, ബ്രേക്ക്ഫാസ്റ്റും ആയി, ലഞ്ചും ആയി. ഇത്രയും രുചികരമായ ഭക്ഷണമാണ് ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ അന്നദാനമായിട്ട് കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കിക്കേ. ആ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവൻ കണ്ട കടവരാന്തകളിൽ സാഹസവും പ്രഹസനവും കാണിക്കുന്നവന്റെ മുമ്പിൽ ദേ ഫുഡ് ഇത്രയും ഓർഡർ ചെയ്യും, ടേബിൾ നിറച്ചും, ഒരു സെൽഫി അങ്ങോട്ട് എടുക്കും, എന്നിട്ട് അതങ്ങ് സ്റ്റാറ്റസ് ഇടും. ഞങ്ങൾ ഇവിടെയാണ്, ഞങ്ങൾ ആ ഹോട്ടലിന്റെ പേര് അങ്ങോട്ട് ഇടും, ഈ ഹോട്ടലിലാണ്, ഫ്രണ്ട്സ് ആയിട്ട് ഡിന്നർ ഔട്ടിങ്. കഴിച്ചെണീറ്റ് വരുമ്പോ എല്ലാ പ്ലേറ്റിലും ഉണ്ടാവും കുറെ ഭക്ഷണങ്ങൾ വേസ്റ്റ്. അത് കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടയിൽ ഇട്ടിട്ട് ആ വേസ്റ്റിൽ ഭക്ഷണം തേടിയെന്നവന് പോലും ഗുരുവായൂർ മഞ്ജരീസ് ഭക്ഷണം എത്തിച്ചിട്ടുണ്ട്. വിളിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഭക്ഷണം. അവിടെ വേസ്റ്റിൽ ഭക്ഷണം തേടരുത് എന്നും പറഞ്ഞിട്ട് വിളിച്ച് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലൈവിൽ കണ്ട കാര്യങ്ങളാണ്, അല്ലെ? അങ്ങനെയുള്ള പാവപ്പെട്ടവന്റെ വിശപ്പറിയാത്തവനെ ഭക്തനെന്നോ മനുഷ്യനെന്നോ വിളിക്കാൻ കൊള്ളില്ല. മനസ്സിലായില്ലേ? ദാഹിച്ചു വലഞ്ഞ് തെരുവിൽ കിടക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തപ്പോ ഭക്ഷണം വേണ്ടക്ക, വെള്ളം മതി, ഒരു ബോട്ടിലും കൂടെ തരുമോ എന്ന് ചോദിച്ച മക്കളുണ്ട്. ആ കുട്ടികളുടെ വായിലേക്ക് കുപ്പിയുടെ പൊട്ടിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം ആർത്തിയോടെ കുടിച്ച കഥയും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ മക്കളുടെ ദാഹമറിയാത്തവർ മനുഷ്യനെ ഭക്തനെന്നോ മനുഷ്യനെന്നോ വിളിക്കാൻ കൊള്ളൂ? ചിന്തിച്ചോക്ക്. അന്നം കൊണ്ട് ചെന്നപ്പോ പഴയ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ച വ്യക്തികളുണ്ട്. നമ്മളോ ഞാൻ ഇന്ന് പുറത്തു പോയി, എന്റെ കൈ സാനിറ്റൈസർ ഇട്ട് കഴുകണം, കൊറോണ കാലമാണ്, ഞാൻ തൊടില്ല, മിണ്ടില്ല. തെരുവിൽ കിടക്കുന്നവൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഉപേക്ഷിച്ച വസ്ത്രം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടു തരുമെന്ന്. ഇതാണ് അവസ്ഥ. ഞാൻ അവർക്ക് ചെന്ന് വാങ്ങി വെച്ചത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ലുങ്കിയാണ്, നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു. ഏറ്റവും നല്ല സാരി, കുട്ടികൾക്ക് അടക്കമുള്ള വസ്ത്രം. ഇനി അത് നമ്മൾ കൊണ്ടു കൊടുക്കണം. മനുഷ്യൻ മനുഷ്യനോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ ആരാരോട് കാണിക്കാനാണ്? 2 ദിവസം ഒരു പട്ടിക്ക് ഭക്ഷണം കൊടുക്കൂ, അവൻ വാലാട്ടിക്കൊണ്ട് നിൽക്കും. എന്നാൽ അത്ര പോലും കാരുണ്യം മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്നില്ല. തെറ്റല്ലേ അത്? ആ നേരം കൊണ്ട് അസൂയയും കുശുമ്പും കൂനായ്മയും
ഇതിനാണ് മനുഷ്യർ നടക്കുന്നത്. ഈ മാനുഷിക മനോഭാവത്തെ മാറ്റാനാണ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചിരിക്കുന്നത്. ആ ഗീതയുടെ ശ്ലോകങ്ങൾ പഠിച്ചിട്ട് ആ ശ്ലോകങ്ങളും 10 പേരെ മുമ്പിൽ അങ്ങോട്ടേക്ക് എന്താ പറയാ സംസ്കൃതത്തിൽ അങ്ങ് വിളിച്ചു പറഞ്ഞ് അതിന്റെ അർത്ഥവും പറഞ്ഞ് ഞാൻ വലിയ ഈശ്വരനാണ് എന്ന ഭാവത്തിൽ അങ്ങ് ഇരിക്കുന്നവനോട് വെറും പുച്ഛമാണ് എനിക്ക് തോന്നാറ്. വെറും പുച്ഛം. ഗീത എന്ന് പറഞ്ഞ മാനുഷിക മൂല്യങ്ങളെ ഉയർത്താനുള്ള അടിസ്ഥാന ഗ്രന്ഥമാണ് ഗീത എന്ന് പറയുന്നത്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. ആ നേർക്കാഴ്ചയിലൂടെയും ആ മാനുഷിക ഗ്രന്ഥത്തിലൂടെയാണ് ഗുരുവായൂർ മഞ്ജരീസ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് മഞ്ജരീസിലുള്ളവരോട് ഞാൻ പറയുന്നത്, ഉയർന്ന ചിന്താഗതി, ലളിത ജീവിതം. ആ രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവരെയാണ് ഭഗവാൻ നോട്ട് ചെയ്യുക. അല്ലാത്തവനെ ഭഗവാൻ നോട്ട് ചെയ്യില്ല, ഒരിക്കലും നോട്ട് ചെയ്യില്ല. ഭഗവാൻ പറയും, നീ അടുത്തൊരു ജന്മം കൂടെ ജനിക്കുന്നു പറയും. നമുക്ക് അപ്പം നോക്കാന്ന് പറയും, സാധിച്ചാൽ എന്ന് പറയും. അല്ലെങ്കിലോ നമ്മളെപ്പോലെ നമ്മൾ ഇതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ എന്താ ചെയ്യുക ഭഗവാൻ? നമുക്കൊരു വിഷമം വന്നാൽ ഏത് രീതിയിലാണ് ഭഗവാൻ അത് തീർത്തരാൻ നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യൻ ഇടപെടണ്ട, ഭഗവാൻ ഇടപെടും. നേരിട്ട് ഇടപെടും. നേരിട്ട് ഭഗവാൻ ഇടപെടും. അതിന് നമ്മൾ ഒരു 16 മാലയും ജപിച്ചുകൊണ്ട് ഗോലോകത്തേക്ക് പോകാനുള്ള ടിക്കറ്റും എടുത്തൊന്നും കാത്തിരിക്കേണ്ട. ഭഗവാൻ ഗോലോകത്ത് നിന്ന് ഇങ്ങോട്ട് വരും. മാനുഷിക മൂല്യമുള്ള വ്യക്തിത്വങ്ങളുടെ ഇടയിലേക്ക് ഭഗവാൻ ഇറങ്ങി വരും. കാരണം എന്താ? മനുഷ്യനോടാണ്, മനുഷ്യവർഗത്തോടാണ് ഭഗവാന് കാരുണ്യം കൂടുതൽ. ആ ബോധത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ ഗ്രന്ഥങ്ങൾ വായിച്ച് എന്റെ വീട്ടിൽ ഭാഗവതമുണ്ട്, എന്റെ വീട്ടിൽ മഹാഭാരതമുണ്ട്, ഞാൻ ഇതെല്ലാം വായിച്ചാണ് രാവിലെ ജീവിതം തുടങ്ങുന്നത്. പക്ഷെ വിശന്ന് വരുന്നവന് ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല. ദേഷ്യവും വാശിയും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും കൈമുതലാക്കിയ വ്യക്തിത്വങ്ങളായിരിക്കും ഗീത വായിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ട്, അസഭ്യം പറയുന്നുണ്ട്, ഒറ്റപ്പെടുത്തുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ഇവനിൽ എന്ത് ഗീത വായിച്ചിട്ട് എന്ത് മാനുഷിക മൂല്യമാണുള്ളത്? ഇവൻ മഹാഭാരതം വായിച്ചിട്ട് എന്ത് ജീവിതമാണ് ഇവൻ പഠിച്ചിരിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. എങ്ങനെയാണോ നമ്മൾ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്ത് നല്ല ശുദ്ധമായ ജലം നിറക്കുന്നത്, അതുപോലെ നമ്മൾ നമ്മളെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഇന്നലെ വരെ ഉണ്ടായത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, ലിവിങ് ദ പ്രസന്റ്. നമ്മൾ ഇന്നിൽ ജീവിക്കുക. ഒരുപാട് നാളെയെ കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവണ്ട. വിട്ടേക്കു, നാളത്തെ കാര്യം നാളെ, ലിവ് ഇറ്റ്. അത് നാളത്തെ കാര്യമാണ്. ഭഗവാൻ നാളെ എന്ന് പറയുന്ന ദിവസം തന്നിട്ടുണ്ടെങ്കിൽ നാളെ അതുപോലെ നടക്കും. ഇന്ന് ജീവിക്കുക. ഇപ്പോ ഞാൻ ഹാപ്പി ആണോ? ഇപ്പോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ നിമിഷം ജീവിക്കുന്ന ജീവിതത്തിൽ ഞാൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനുഷിക മൂല്യങ്ങളും ഞാൻ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇത്രയും മതി. ഇത്രയും ചിന്തിച്ചാ മതി. നാളത്തെ കുറിച്ച് ആലോചിച്ച് ചിന്തിക്കണ്ട. അത് നാളെയല്ലേ, അത് അപ്പം നോക്കാം. മനസ്സിലായില്ലേ? അത് നാളത്തെ കാര്യം നാളെ നോക്കാം. ഗുരുവായൂർ അമ്പലത്തില് അത്താഴ പൂജ തൊഴാൻ വേണ്ടി ഞാൻ പോയി നിന്നപ്പോഴേക്കും രാവിലെ തൊഴാൻ പോയപ്പോ അവിടെ നാരായണീയം വായിച്ചുകൊണ്ടിരുന്ന ഒരാള് ഭയങ്കര ഭയഭക്തിയോടുകൂടി നാരായണിയൊക്കെ വായിച്ച് കഴുത്തിൽ ജപമാലയൊക്കെ തൂക്കിയിട്ടുണ്ട്. കണ്ടപ്പോ ഞാൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനൊരു ചിരി. ഭയങ്കര ഭക്തി. രാത്രി ഞാൻ അത്താഴ പൂജ തൊഴാൻ പോയപ്പോ അതേ വ്യക്തിയെ ഞാൻ കണ്ടു. ഒരു സെക്കൻഡ് നേരത്തേക്ക് നട തുറക്കും. രാത്രി ഭഗവാന്റെ ശീവേലിയൊക്കെ കഴിഞ്ഞ ഭയങ്കര ജനക്കൂട്ടമായിരിക്കും. എങ്ങനെയെങ്കിലും ആ കൊടിമരത്തിന്റെ അവിടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഭഗവാനെ ഒന്ന് കണ്ടാ മതി എന്നായിരുന്നു. തൊട്ടടുത്ത് അപ്പൊ വേറെ ഒരു ഹൈറ്റ് കുറഞ്ഞൊരു സ്ത്രീ അവരിങ്ങനെ എത്തിപ്പിടിച്ച് നോക്കുകയാണ്, ഒന്ന് ഭഗവാനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പൊ കുറച്ച് ഇടിയും ബഹളവും ഒക്കെ ഉണ്ടാവല്ലോ. ഉടനെ ഈ പരമഭക്ത പറയണം, മാറി നിൽക്ക് ദുഷ്ട, അങ്ങോട്ടേക്ക് കുറെ നേരമായില്ല എന്റെ നെഞ്ചത്തോട്ട് ഇങ്ങോട്ട് വരുന്നു, എന്തൊട്ട് മനുഷ്യനാടോ താൻ. എന്റെ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ്. ഇതും പറഞ്ഞുകൊണ്ട് കഴുത്തി തൂക്കിയ ആ സഞ്ചി ഇങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് വലിക്കുകയാണ് അവർ ആ തിരക്കിന്റെ ഇടയിൽ. വല്ലാത്തൊരു തള്ള. ഹോ, ഇങ്ങനുണ്ട് ഒരു സാധനം.
പോയി പിന്നിലങ്ങാണ്ട് നിൽക്കുന്നു. ഞാൻ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല എന്നുള്ളതാണ്. എന്താ പറയാ, എനിക്ക് അങ്ങോട്ടേക്ക് എന്തിനാ ഇവർ ഈ ജപമാല കഴുത്തെ തൂക്കിയേക്കുന്നത്? എന്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ കുത്തിയിരുന്ന് നാരായണീയം വായിച്ചത് രാവിലെ തൊട്ടിട്ട്? അയ്യപ്പന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും തിരിഞ്ഞു വരുമ്പോ ഞാൻ അവരോട് പറഞ്ഞു, മാതാജി ഒരു മിനിറ്റ്. എന്തേ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ ലൈവൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണേ. അത് ശരി, ഇസ്കോണിലുള്ളതാ? കണ്ടിമാല ഉണ്ട്, അന്ന് ഞാൻ 2 ലെയർ ഇട്ടത്. ഞാൻ പറയാം, ഹരേ കൃഷ്ണ മാതാജി, ഞാൻ ഇസ്കോണിലുള്ളതാണ്. ഞാൻ പറയും, മാതാജിയോ? അയ്യോ, ഞാൻ 16 മാല ദിവസേന ജപിക്കുന്ന ഒരാളാണ് കേട്ടോ. ഉടനെ എന്റെ കൈയൊക്കെ പിടിച്ച് അങ്ങോട്ട്, സ്വസ്തിക പാർവതിയൊക്കെ അറിയോ? ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ അവരെയൊക്കെ കാണാറുണ്ടെന്നേ. ഞാൻ പറഞ്ഞു, അത് ശരി, മോള് ഇവിടെയാ? ഞാൻ പറഞ്ഞ, ഞാനിവിടെയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 16 മാലയൊക്കെ ജപിക്കും? 16 മാല ജപിക്കും. ഞാൻ ഉള്ളി വെളുത്തുള്ളി സവാള ഒന്നും തൊടില്ല, ചായ കാപ്പി ഒന്നും തൊടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ മാതാജി ഒരു കാര്യം ചെയ്, ഈ ജപമാല ഉരിയിട്ടേ ആ തിരുനടയിൽ അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞേ. ഭഗവാന്റെ ശാപം നിങ്ങൾ മേടിച്ചു കൂട്ടണ്ട, മനസ്സിലായില്ലേ? നിങ്ങളത് ഊരിയിട്ട് അവിടെ വെച്ച്. അതെന്താ? ഞാൻ പറയും, പിന്നെ നിങ്ങൾ എന്താ അവിടെ കാണിച്ചത്? പിന്നെ അവരെന്നെ തള്ളിയാ ഞാൻ അങ്ങനെ വിടുവോ? ഞാനും ഭഗവാനെ കാണാനല്ലേ വന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയല്ല ഒരു ഭക്തൻ പെരുമാറേണ്ടത്. ഒരു ഭക്തന് വേണ്ടത് ക്ഷമയാണ്. ഒന്നും പറയുന്നില്ല മാതാജി, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ കാലം. അതുകൊണ്ട് ഇതിലൊന്നുമല്ല ധർമ്മം ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കണ്ണുകൾ അടയ്ക്കൂ, മനസ്സിൽ ധ്യാനിക്കൂ, ഗുരുവായൂരപ്പനെ കാണാം, ഉറപ്പായിട്ടും കാണാം. ഗുരുവായൂരുന്നല്ല, എവിടെ ചെന്നാലും ഭഗവാനെ കാണാൻ ഒരു ധൃതിയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരു സ്നേഹമുണ്ട്. സമ്മതിച്ചു, അത് മറ്റൊരു ജീവാത്മാവിനെ ഇടിച്ചു കൂട്ടിയിട്ടൊക്കെയാണോപ്പാ? നമ്മളെ അങ്ങ് തള്ളിക്കൊണ്ട് പോവും, ശരി തന്നെ. എന്നാലും ഒരു അല്പം കരുണ, വാക്കിൽ നിയന്ത്രണം, ഇതൊക്കെ വേണ്ടേ നമുക്ക്? ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നു? തെറ്റാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറുക. പിന്നെന്താ പറയുന്നത്? യജ്ഞം, അധ്യയനം, ദാനം, തപസ്, സത്യം, ക്ഷമ, ദയ, ലോപം. ഈ 8 കാര്യങ്ങൾ ധർമ്മത്തിന്റെ മാർഗങ്ങളാണ്. ക്ലിയർ? ഈ മാർഗങ്ങൾ അനുസരിക്കുന്നവരാണ് ധർമ്മജ്ഞരായിരിക്കുന്ന മഹാത്മാക്കൾ. അതാണ് മഹാത്മാക്കൾ. അല്ലാണ്ട് ലൈവ് ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ക്ലാസ് എടുക്കുന്നത് പോലെ കുറേ ശ്ലോകങ്ങൾ പറയും, മഹാഭാരതവും ഗീതയും നാരായണിയും എല്ലാം ഘോര പറയുന്നവരല്ല മഹാത്മാക്കൾ. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ പാദം കഴുകാൻ പോകുന്നതിനേക്കാളും ഭേദം മിണ്ടാതൊരു മൂലക്കിൽ ഇരിക്കുന്നതാണ് നല്ലത്. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവൻ യജ്ഞം ചെയ്യുന്നവനായിരിക്കും, അധ്യയനം ചെയ്യുന്നവനായിരിക്കും, ദാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കും, തപസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, സത്യം പറയുന്ന വ്യക്തിയായിരിക്കും, ക്ഷമയുള്ള വ്യക്തിയായിരിക്കും, ദയയുള്ള വ്യക്തിയായിരിക്കും, ലോഭം അവൻ നിയന്ത്രിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ധർമ്മത്തിന്റെ 8 മാർഗങ്ങളിലൂടെ ചരിക്കുന്ന വ്യക്തിയാണ് മഹാത്മാവ്, അല്ലേ? സത്യവും ആർജവും അവരുടെ സ്വാഭാവിക ഗുണങ്ങളാണ്. അവർ സത്യമേ പറയൂ. സത്യം വിട്ട് ഒരു കളി അവർ കളിക്കില്ല, ഒരിക്കലും കളിക്കില്ല. സത്യമേ അവർ പറയൂ. കാപട്യവും വഞ്ചനയും ഒഴിവാക്കുക തന്നെ ചെയ്യും. അവർക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാവില്ല, കാപട്യം ഉണ്ടാവില്ല, വഞ്ചന ഉണ്ടാവില്ല. ആരെയും വഞ്ചിക്കില്ല, ഒരു കാപട്യവും അവർ കാണിക്കില്ല. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടും കേരളം ഇന്ന് ആൾദൈവങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. അവസാനം 8 16 പണിയും കെട്ടി വന്ന് മിണ്ടാതെ ഇരിക്കും. എന്നാ കൃഷ്ണന്റെ അടുത്തേക്ക് പോവില്ല. പല ആൾദൈവങ്ങളുടെയും ഫോട്ടോ മൊബൈലിന്റെ വാൾപേപ്പർ ആക്കി വെച്ചിരിക്കുന്ന, DP ആക്കി വെച്ചിരിക്കുന്ന എത്ര പേരെ നമുക്ക് ചുറ്റും കാണാന്നറിയാമോ? എന്തിനാ ഇത്? ഇതിന്റെ ആവശ്യം എന്താ? ഭഗവാനെ ചിന്തിച്ചാ പോരെ നിങ്ങൾക്ക്? ഭഗവാനാണ് വലുത്, ആൾദൈവങ്ങളല്ല വലുത്. മനുഷ്യൻ മനുഷ്യനും ദൈവം ദൈവവുമാണെന്ന് തിരിച്ചറിയാം. പിന്നെന്താ പറയുന്നത്? നാസാഭസഭായത്ര നാസന്തി വൃദ്ധ നദേ വൃദ്ധയേന വദതി ധർമ്മം നാസൗ ധർമ്മോ യത്ര ന സത്യാസ്മധി ന തത്സത്യം യചലേനാഭ്യുഭേദം. എന്ന് വെച്ചാ എന്താ? രാജാവേ, ധർമ്മതത്വങ്ങൾ ഭവാൻ ചിന്തിച്ചു നോക്കൂ.
വിദുരർ പറയാണ് ധൃതരാഷ്ട്രോട്, രാജാവേ, ധർമ്മത്തിന്റെ തത്വങ്ങൾ എന്താന്ന് അങ്ങ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ നമ്മളോടും ചിന്തിക്കാനാ പറയുന്നത് കേട്ടോ വിദുരർ. ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ ഇവരൊക്കെ കാപഢ്യവും കള്ളത്തരവും നിറഞ്ഞവരെ, ഇങ്ങനെയുള്ള വ്യക്തികളെ രാജ്യം മുഴുവൻ ഏൽപ്പിച്ചിട്ട് വീണ്ടും അങ്ങ് പറയാണ് ഐശ്വര്യം വേണോന്ന്. ഇത്രയും കാപഢ്യം നിറഞ്ഞ ആൾക്കാരെ, ബിന്ദുമ്മേ എഴുന്നേറ്റ് ജപിച്ചോ, ഇത്രയും കാപഢ്യവും വഞ്ചനയും നിറഞ്ഞ ആൾക്കാരെ രാജ്യം മുഴുവൻ ഏൽപ്പിച്ചിട്ട് എന്താ ചെയ്യുന്നത്? വീണ്ടും ഐശ്വര്യം വേണമെന്നാണോ പറയുന്നത്? ശരിയല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. സർവ്വഗുണങ്ങളും തികഞ്ഞവരാണ് പാണ്ഡവന്മാർ. പക്ഷെ അവർക്ക് ഒരു ആഗ്രഹവും ഇല്ല. അവർ പറയുന്നു 1-2 ഗ്രാമം കിട്ടിയാൽ അവർ ഹാപ്പിയാണെന്ന്. ഇന്ദ്രപ്രസ്ഥം മൊത്തം വേണ്ട, 1-2 ഗ്രാമം കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അവർ ഭവാനെ അച്ഛനെ പോലെയാണ് കാണുന്നത്. ആരെ? ധൃതരാഷ്ട്രരെ. ഇത് മൊത്തം കൗരവന്മാരും കൈവശപ്പെടുത്തി വെച്ചിട്ട് പറയണം ഇനി ഐശ്വര്യം വേണം, ഇതൊന്നും ഞങ്ങൾ ആർക്കും കൊടുക്കൂല എന്ന്. എന്നിട്ട് ആ മണ്ണിൽ തന്നെ മരിച്ചു വീഴാൻ പോവാണ്. പക്ഷെ പാണ്ഡവന്മാരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് ധൃതരാഷ്ട്ര മഹാരാജാവ് എന്ന് പറഞ്ഞ അച്ഛനെ പോലെയാണ്, അച്ഛൻ തന്നെയാണ്. 1-2 ഗ്രാമം കിട്ടിയാലും ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. ഇതാണ് ധർമ്മിഷ്ഠർ. ഇങ്ങനെ ആയിരിക്കണം ധർമ്മിഷ്ഠർ. നമ്മൾ ആരെ പോലെ ആയിരിക്കണം? പഞ്ചപാണ്ഡവന്മാരെ പോലെ ആയിരിക്കണം, അല്ലേ? പിന്നെന്താ പറയുന്നത്? ഭവാനും അവരെ സ്വന്തം മക്കളെ പോലെ കാണൂ, അതുപോലെ അവരെ സ്നേഹിക്കൂ. വിദുരർ പറഞ്ഞു കൊടുക്കാണ് ധൃതരാഷ്ട്രോട്, അല്ല അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളും നിങ്ങളുടെ മക്കളെ പോലെ അവരെ കാണൂ, സ്നേഹിക്കൂ. എന്തിനാ നിങ്ങൾക്ക് ഈ വേർതിരിവ്? മഹാരാജാവേ, അങ്ങ് ഇത്രയും ദുഃഖിതനായി ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ചൂതിൽ പാഞ്ചാലിയെ പണയം വെച്ചത് കണ്ടപ്പോ ചൂതാട്ട കളിയിലുള്ള കാപഢ്യം കണ്ടറിഞ്ഞ് അതിൽ നിന്ന് ദുര്യോധനനെ അങ്ങ് പിന്തിരിപ്പിക്കണ്ടേ? അതങ്ങ് ചെയ്തോ? ദുര്യോധനനെ ചൂതിൽ നിന്ന് അങ്ങ് പിന്തിരിപ്പിച്ചോ? ഇല്ല. അങ്ങ് എന്താ ചെയ്തത്? ചെയ്തതെല്ലാം തെറ്റല്ലേ? പാഞ്ചാലിയെ വരേക്കും കള്ളച്ചൂതിൽ പണയപ്പെടുത്തേണ്ടി വന്നു. ദ്യൂതപ്രിയം പണ്ഡിതന്മാർക്ക് ചേർന്നതല്ലെന്നും ഞാൻ പറഞ്ഞില്ലേ? ഈ ദൂതന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് അവർ പറയുന്ന ഇങ്ങോട്ടും കേൾക്കില്ല, ഇവര് പറയുന്ന അങ്ങോട്ടും. എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയി തലവെച്ചിരിക്കുന്നത്? അത് അന്ന് ഭഗവാൻ കേട്ടൂടായിരുന്നു? ആ ചൂതിന്റെ പ്രശ്നം നടന്നപ്പം തന്നെ അങ്ങേക്ക് അതെല്ലാം ഒന്ന് നിർത്തിക്കൂടായിരുന്നു? ഒന്ന് മക്കളെ കൺട്രോൾ ചെയ്തുകൂടായിരുന്നു അങ്ങേക്ക്? മൃദുശീലനോട് ഇടയുന്നത് ബലമല്ലെന്നും അതുകൊണ്ട് ആപത്തുണ്ടാകുമെന്നും ഞാൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ? വിദുരർ പറയാണ്, ഞാൻ അന്നേ ഇതൊക്കെ മുന്നറിയിപ്പ് അങ്ങേക്ക് തന്നതല്ലേ, ഇതൊക്കെ ഇങ്ങനെ വരൂ, പിന്നീട് പ്രശ്നങ്ങളാവുമെന്ന്. സൂക്ഷ്മമായ ധർമ്മത്തെ മുൻനിർത്തി അന്ന് തന്നെ അവകാശം നോക്കി മുതൽ ഭാഗം നടത്തിയിരുന്നെങ്കിൽ ഭവാൻ ഇന്ന് ഇത്രയും വിഷമിക്കേണ്ടി വരൂ? അങ്ങേക്കൊന്ന് കുറച്ചും കൂടെ വിശദമായി സൂക്ഷ്മമായി ആലോചിച്ചിട്ട് കൗരവന്മാരായിരിക്കുന്ന എന്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് അവർക്കും, പാണ്ഡവന്മാരായിരിക്കുന്ന അവർക്ക് കൊടുക്കേണ്ടത് അവർക്കും എന്നൊക്കെ ചിന്തിച്ച് അന്നേ അത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മുടെ മക്കൾക്കുള്ളത് മക്കൾക്ക്, മറ്റുള്ളവർക്കുള്ളത് മറ്റുള്ളവർക്ക്. അല്ലാതെ എന്റെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോടാലി സ്വഭാവം കാണിച്ചിട്ടല്ലേ അങ്ങ് ഈ സമാധാനം കളഞ്ഞിപ്പോ ഇരിക്കേണ്ടി വന്നത്? ഈ ധർമ്മമൊക്കെ ഞാൻ അന്നേ അങ്ങയോട് പറഞ്ഞു തന്നതല്ലേ, അല്ലേ? ദുഷ്ടന്മാരോട് ചേരുന്ന സമ്പത്ത് നാശകരമാണ്. ഇപ്പൊ ഈ ദുര്യോധനനൊക്കെ കൈവശം വെച്ചിരിക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോവും. അത് മറ്റുള്ളവരെ പറ്റിച്ച സമ്പത്താണ്, അത് നിലനിൽക്കില്ല. സജ്ജനങ്ങളോട് ചേർന്നാൽ അത് പുത്രപൗത്രന്മാർക്ക് ദീർഘകാലം നിൽക്കാൻ പറ്റും. നമ്മൾ നല്ല വ്യക്തികളോട് ചേർന്ന് ജീവിക്കൂ. അത് നമ്മുടെ മക്കളും മക്കളെ മക്കളും അങ്ങനെ പരമ്പരകളോളം നന്നായി ജീവിക്കാം. ദുഷ്ടന്മാരുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളും നശിക്കും, നമ്മുടെ പരമ്പരയും നശിച്ചു പോവും. ഇനിയെങ്കിലും അങ്ങ് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യ്. ഇപ്പോഴും സമയം വൈകിട്ടില്ല. പാണ്ഡവന്മാരോടും കൗരവന്മാരോടും രണ്ടുപേരോട് സംസാരിച്ച് നല്ല സഹകരണത്തോടുകൂടി ഈക്വലായിട്ട് തുല്യമായിട്ട് രണ്ടുപേർക്കും കൊടുക്കാനുള്ളത് കൊടുത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറയൂ. അല്ലാതെ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. പാണ്ഡവന്മാരുടെ ശത്രുമിത്രാദികൾ പാണ്ഡവന്മാരുടെ ശത്രുമിത്രാദികളും കൗരവന്മാരുടെ ശത്രുമിത്രാദികള് പാണ്ഡവന്മാരോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാക്കാണ്. കാരണം പാണ്ഡവന്മാർക്ക് കുറെ ശത്രുക്കൾ ഉണ്ടാവും, കൗരവന്മാർക്കും ശത്രുക്കൾ ഉണ്ടാവും. ഈ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. ബിന്ദുമേ, അങ്ങോട്ട് പോരെ.
അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ അവിടെ ഇരുന്ന് ജപിക്കും. എന്താ ഈ വെപ്രാളം അമ്മയ്ക്ക്? വെപ്രാളം വേണ്ട, സമാധാനമായിട്ട് ഇരുന്ന് ജപിക്കും. ഈ കള്ളത്തരങ്ങൾ നിർത്തിക്കേ. ജപിച്ച് തീർക്കണം, ജപിക്കണം നമ്മൾ ജീവിതത്തില്. എങ്കിലേ നമ്മുടെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കെല്ലാം നമുക്കൊരു ആൻസർ ഉള്ളൂ. മനസ്സിലായില്ലേ? ജപിക്കാൻ പറയും, എന്തിനാ ഈ കള്ളത്തരങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? ആവശ്യമില്ല, ജപിച്ചു തീർക്കൂ. അന്നേരം പാണ്ഡവന്മാരുടെ ഭാഗത്ത് കുറേ ശത്രുക്കളുണ്ട്, കൗരവന്മാരുടെ ഭാഗത്ത് കുറേ ശത്രുക്കളുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് മുതലെടുപ്പാണ്. അതിനൊന്നും നിൽക്കരുത്. അങ്ങനെ അവർ ഒരേ മനസ്സോടുകൂടി സമൃദ്ധമായി ജീവിക്കട്ടെ. ഈ ഇടയ്ക്കുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അങ്ങ് സംസാരിക്കും അങ്ങയുടെ 2 കൂട്ടരും മക്കളോടും. അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അങ്ങല്ലേ ഈ കൗരവന്മാരുടെ അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലേ? അങ്ങക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താ ഉള്ളത്? ശരിയല്ലേ? നമുക്ക് നമ്മളെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, പിന്നെ ആരാ നിയന്ത്രിക്കുക? ആരും നിയന്ത്രിക്കില്ല. നമ്മൾ തന്നെ നമ്മുടെ മക്കളെ നിയന്ത്രിക്കണം. ഭവാന്റെ കീഴിലല്ലേ കൗരവന്മാരായിരിക്കുന്ന അങ്ങയുടെ മക്കള്? ആ കുരുക്കളെ പാണ്ഡവന്മാരോട് കൂടി ചേർത്ത് നിർത്തൂ. കൗരവന്മാരെയാണ് കുരുക്കൾ എന്ന് വിളിക്കുന്നത്. പാണ്ഡവന്മാരുമായിട്ട് ചേർത്ത് നിർത്തൂ അങ്ങയുടെ മക്കളെ. കൗരവ പാണ്ഡവന്മാർ 2 അല്ല 1 ആണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത് കൗരവന്മാര് വേറെ, പാണ്ഡവന്മാർ വേറെ. എന്തിനാ ഇങ്ങനെ ഒരു വേർതിരിവൊക്കെ? 2 കൂട്ടരും 1 ആണെന്ന് എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കൂ. എന്നാൽ അങ്ങേക്ക് ഈ ശത്രുക്കളെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങ് ധർമ്മം ചെയ്യൂ. ധർമ്മത്തെ അതിക്രമിക്കാതെ പാണ്ഡവന്മാർ അങ്ങയെ അനുസരിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും. അവർ അധർമ്മമൊന്നും ചെയ്യില്ല. പാണ്ഡവന്മാര് എപ്പോഴും അങ്ങയെ അനുസരിക്കും. അങ്ങത് മനസ്സിലാക്കൂ. ധൃതരാഷ്ട്രോട് പറയാണ് വിദുരര്, ഭവാൻ ദുര്യോധനനെ വേണ്ട പോലെ നിയന്ത്രിച്ച് നിലയ്ക്ക് നിർത്തൂ. അമിതമായിട്ടുള്ള മകനോടുള്ള സ്നേഹം അങ്ങ് ഒഴിവാക്കൂ. അങ്ങ് സ്നേഹിച്ചോളൂ. അത് അവന്റെ ജീവൻ ആപത്തുണ്ടാവുന്ന തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആവരുത്. 458 ഷെയർ ആയല്ലേ? താങ്ക് യു. അപ്പൊ നല്ല രീതിക്ക് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി നിലയ്ക്ക് നിർത്തൂ. അല്ലയോ അംബികപുത്രനായിരിക്കുന്ന ധൃതരാഷ്ട്ര മഹാരാജാവേ, അംബികയുടെ മകനായിരിക്കുന്ന ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങയുടെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ. തന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നെന്നോ താൻ അവരോട് എങ്ങനെ തന്നെ പെരുമാറണം, അല്ലേ? വഞ്ചകരോട് വഞ്ചന ചെയ്യാം, എന്നാൽ നന്നായി പെരുമാറുന്നവരോട് നന്നായിട്ട് തന്നെ പെരുമാറണം. എങ്ങനെയാ വഞ്ചന ചെയ്യുന്നവരോട് വഞ്ചന തന്നെ തിരിച്ചു ചെയ്യുന്നത്? എങ്ങനെയാ ചെയ്യാം അറിയാമോ? ഒരാൾ നമ്മളെ വഞ്ചിച്ചു, നമ്മൾ തിരിച്ച് അവരെയും വഞ്ചിക്കണം. എങ്ങനെയാ വഞ്ചിക്കുക? ഇപ്പൊ ഒരു വ്യക്തി നമ്മളെ വന്നിട്ട് എന്നെ കുറിച്ച് ഇപ്പൊ വളരെ മോശമായിട്ട് ഒരാൾ സംസാരിച്ചു. അതൊരു വഞ്ചനയാണ്. ഞാൻ ചെയ്യാത്ത കുറെ കാര്യങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ വഞ്ചിച്ചു. തിരിച്ച് ഞാനും അയാളെ കുറിച്ച് അങ്ങനെ അയാൾ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു നടന്നാണോ വഞ്ചിക്കേണ്ടത്? അല്ല. എങ്ങനെയാ വഞ്ചിക്കേണ്ടത്? ഹരേ കൃഷ്ണ, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല കേട്ടോ, അതൊക്കെ അന്ന് സംഭവിച്ചു പോയി, ഓക്കെ ഫൈൻ, ഞാനത് മറന്നു, നന്നായിരിക്കൂ, എന്ത് സഹായം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ കേട്ടോ, ഞാൻ വരും എന്നൊക്കെ അങ്ങ് പറയാം. ആ ഭാഗം തിരിയാതിരിക്കുക. ഇന്നലെ പറഞ്ഞ പോലെ എന്റെ ഹൃദയം അറ്റ്ലാന്റിക് ഓഷ്യനാണേ, പസഫിക് സമുദ്രമാണേ, ഞാൻ എല്ലാം സ്വീകരിക്കും എന്ന മനോഭാവത്തോട് കൂടി പോയി കഴിഞ്ഞാൽ അവൻ വീണ്ടും പിടിച്ച് നമ്മളെ ചതിക്കും. നമുക്കൊരു ദേഷ്യവും വിദ്വേഷവും ഇല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ ആ ഭാഗത്ത് അങ്ങോട്ട് പോവുക. അങ്ങനെ അങ്ങ് വഞ്ചിച്ചു കളയാം. അല്ലാതെ ഓഹോ ഇവൻ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞവനാണ്, അതുകൊണ്ട് അവനെയും ഞാൻ അതുപോലെ പറയും. അത് പ്രതികാരമാണ്, അത് വഞ്ചനയല്ല, പ്രതികാരമാണ്. പ്രതികാര മനോഭാവം നമുക്ക് പാടില്ല. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? എന്നാൽ നന്നായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ പെരുമാറണം. എസ്കേപ്പ് ആവുക, അതന്നെ എസ്കേപ്പ് ആവുക. നമ്മള് അവിടെ നിൽക്കണ്ടാവും. നന്നായിട്ട് പെരുമാറുന്നവനോട് നന്നായിട്ട് തന്നെ നമ്മൾ പെരുമാറണം. യസ്മിൻ യഥാവർത്തതേയോ മനുഷ്യ സംസ്ഥിംസ്ഥാവർത്തവ്യം സധർമ്മഃ മായാചാരോ മായയാ വർത്തിതവ്യ സാധ്വാചാരാ സാധുനാ പ്രത്യുപേയ എന്ന് വെച്ചാ എന്താ? എപ്പോഴും പ്രിയം പറയുന്നവർ ധാരാളം ഉണ്ട്. നമ്മളോട് എപ്പോഴും അയ്യോ ചക്കരയെ പാലയെ തേനെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തേ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും.
അപ്രിയമായ സത്യം പറയുന്നവനും വളരെ ദുർലഭമായേ ഉള്ളൂ, അല്ലെ? എപ്പോഴും ഇഷ്ടം പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്രിയമായ സത്യം നമുക്കൊട്ടും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും കേൾക്കരുത് എന്ന് വിചാരിക്കുന്ന ചില സത്യങ്ങൾ പറയുന്ന വ്യക്തികൾ വളരെ കുറച്ചേ ഉണ്ടാവും. പ്രിയാപ്രിയങ്ങൾ നോക്കാതെ ധർമ്മത്രയെ മാത്രം ആശ്രയിച്ച് പഥ്യം പറയുന്നവനാണ് യഥാർത്ഥ മിത്രം. എന്നെ പുകഴ്ത്തുന്ന വ്യക്തിയാണ് എന്റെ മിത്രം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് എന്റെ സന്തോഷവും സമാധാനവും മാത്രം നോക്കി എന്നെ സന്തോഷിപ്പിച്ച് ടോപ്പ് പോയിന്റിൽ നിർത്താൻ വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തികൾ എന്റെ മിത്രമല്ല. എന്റെ നന്മ ആഗ്രഹിച്ച് എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ആത്മമിത്രം എന്ന് പറയുന്നത്, അല്ലെ? അല്ലാതെ പറയുന്നവൻ ഒരു നല്ല മിത്രമല്ല. ഒരിക്കലും അവർ നല്ല മിത്രം. നമ്മുടെ സൗകര്യവും നമ്മുടെ സന്തോഷവും അനുസരിച്ച് നമ്മളോട് സംസാരിക്കുന്നവരാണോ നമ്മുടെ മിത്രം? അല്ല. നമ്മളെ നേർവഴിക്ക് നടത്തുന്നവരാണ് നമ്മളെ മിത്രം. യെസ്, എക്സാക്ട്ലി. ദീപമാതാജി പറഞ്ഞ പോലെ നമ്മളെ നേർവഴിക്ക് നടത്തുന്നവരാണ് നമ്മുടെ മിത്രങ്ങള്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് വാസ്തവം. അത് നമ്മൾ മൂഢന്മാരായതുകൊണ്ടാണ്. നമ്മൾ കുറച്ചും കൂടെ വിവേകപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ ശരിയായ രീതിയിൽ നടത്തുന്ന വ്യക്തി എന്നും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. സുലഭാ പുരുഷാരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യാജപത്തസ്യ വക്താ ശ്രോതാ ച ദുർലഭ യോ ഹി ധർമ്മം സമാശ്രിത ഹിത്വാ ഭർത്തുപ്രിയാ പ്രിയേ അപ്രിയാണ്യഃ പത്യാനി തേന രാജാ സഹായവാൻ. അത് അങ്ങ് എപ്പോഴും ആലോചിക്കണം. അങ്ങയുടെ നന്മ ആഗ്രഹിച്ചു പറയുന്ന വ്യക്തികളാണ് അങ്ങേക്ക് നന്മ ചെയ്യുന്നവർ എന്ന്. നമ്മുടെ വംശത്തിന് നമ്മുടെ മക്കൾ ഒരു നാശമായി തീരുകയാണെങ്കിൽ അങ്ങ് മക്കളെ അങ്ങ് ഉപേക്ഷിച്ചു കളാം. ഈ ദുര്യോധനൻ അങ്ങയുടെ എല്ലാ നല്ല പേരും കളയും. അവനെ അങ്ങ് ഒഴിവാക്ക്. എന്തിനാ ഈ ചേർത്ത് പിടിക്കുന്നത്? നന്മ പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കാത്തവൻ വംശത്തിന് നാശമാണ്. അങ്ങ് ഒഴിവാക്കി തള്ളണം. ഗ്രാമക്ഷേമത്തിന് വേണ്ടി വംശത്തെയും രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഗ്രാമത്തെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയെയും ഉപേക്ഷിക്കണമെന്നാണല്ലോ ആചാര്യന്മാർ പറയുന്നത്. എന്താ പറയുന്നത്? ഗ്രാമക്ഷേമത്തിന് വേണ്ടി വംശത്തെയും, ഗ്രാമം നന്നായിരിക്കാൻ വംശത്തെ നമ്മൾ നന്നായി നിലനിർത്തണം. രാജ്യരക്ഷ, രാജ്യം നന്നായിരിക്കാൻ ഗ്രാമത്തെ നമ്മൾ നന്നായി നിലനിർത്തണം. ആത്മരക്ഷ ചെയ്യാൻ വേണ്ടി ഭൂമിയെ നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത്. ത്യജേത് കുലാർത്തേ പുരുഷം ഗ്രാമസ്ത്യാർത്തേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്ത്യാർത്തേ ആത്മാർത്ഥേ പൃഥ്വീം ത്യജേത്. അതാണ് അതിന്റെ അർത്ഥം. ചൂതുകളിയുടെ സമയത്ത് ഞാൻ അങ്ങയോട് പറഞ്ഞതല്ലേ, വിദുരർ ചോദിക്കുകയാണ് ധൃതരാഷ്ട്രോട്, ചൂതുകളി നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങയോട് എന്താ പറഞ്ഞത്? ഇത് വൈര കാരണമാണ്. ഈ ചൂതുകളി വലിയ ആപത്തുണ്ടാക്കും, ശത്രുക്കളെ ഉണ്ടാക്കും, ആപത്തുണ്ടാക്കും. അന്ന് അങ്ങേക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെ? അന്ന് അങ്ങന്റെ വാക്ക് കേട്ടില്ല. ദ്യൂതമേതത് പുരാൽകൽപേ ദൃഷ്ടം വൈരകരം നൃണ്യാം തസ്മാദ്യൂതം ന സേവേധ ഹാസ്യാർത്തബി ബുദ്ധിമാൻ. കൗരവന്മാർക്ക് പാണ്ഡവന്മാരെ അതിശയിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല. കൗരവന്മാരെ കൊണ്ട് പാണ്ഡവന്മാരെ ജയിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതെന്തുകൊണ്ട് അങ്ങ് മനസ്സിലാക്കുന്നില്ല? സിംഹങ്ങളെ കൊന്നുകളഞ്ഞിട്ട് കുറുക്കന്മാരെ പോറ്റുകയാണ് ഇപ്പൊ അങ്ങ് ചെയ്യുന്നത്. പാണ്ഡവന്മാരെന്ന് പറഞ്ഞാൽ സിംഹങ്ങളാണ്. അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ കള്ള കുറുക്കന്മാരെയാണ് അങ്ങിപ്പോ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. ദുര്യോധനാദികൾ എന്ന് പറഞ്ഞാൽ കുറുക്കന്മാരാണ്, കള്ളത്തരേ ചെയ്യത്തുള്ളൂ. ഇതിന്റെ അവസാനം എന്താണെന്ന് അങ്ങക്ക് വല്ലതും അറിയോ? വലിയ ദുഃഖമാണ് ഇതിന്റെ അവസാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വലിയ ദുഃഖമാണ് അങ്ങേക്ക് ലഭിക്കാൻ പോകുന്നത് അങ്ങീ ചെയ്ത പ്രവൃത്തി. ഇത്പാത്യാ പുത്രാനാനൃണാംശ കൃത്വാ വൃത്തിം ച തേഭ്യോനുവിധായകം കാംചിത് മൃസ്ഥാനേ കുമാരി പ്രതിപാത്യ സർവാ
അരണ്യാസംസ്തോധമുനിർഭൂഷേത് എന്ന് പറഞ്ഞ ഒരു ഗൃഹസ്ഥൻ, അതായത് ഒരു കുടുംബസ്ഥൻ, ആൺകുട്ടികളൊക്കെ ജനിപ്പിച്ചിട്ട് ആത്മീയമായ കടങ്ങൾ തീർക്കുകയും അവർക്ക് വേണ്ടുന്ന ജീവിതവൃത്തി നൽകുകയും പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് നല്ല നല്ല ജീവിതത്തിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ, പെൺകുട്ടികളൊക്കെ അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവര് പിന്നെ കാട്ടിൽ ചെന്നിട്ട് ഒരു സന്യാസിയെ പോലെ ജീവിക്കണം എന്നാ പറയുന്നത്. ഒരു ഗൃഹസ്ഥനായിരിക്കുന്ന വ്യക്തി ആൺകുട്ടികൾക്കൊക്കെ ജന്മം കൊടുത്ത് അവരെ നല്ല രീതിക്കൊക്കെ വളർത്തി അവർക്ക് നല്ല ജീവിതവും ധർമ്മവും ഒക്കെ പഠിപ്പിച്ച് പെൺകുട്ടികളൊക്കെ നല്ല രീതിക്ക് വളർത്തി കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടതൊക്കെ പരസ്പരം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സന്യാസം ചെയ്തേക്കണം. അതാ പറയുന്നത്. അതാണ് സർവാർത്ഥ സിദ്ധിക്കുള്ള ഉപായം. അതാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. അല്ലയോ രാജാവെ, അങ്ങ് ചിന്തിച്ചു നോക്കൂ. പാർത്ഥനോട് യുദ്ധത്തിന് പോകുന്നത് ദോഷമേ ഉണ്ടാവൂ. അർജുനനോട് യുദ്ധത്തിന് പോവല്ലേ, പാണ്ഡവരോട് യുദ്ധം ചെയ്യില്ലേ, അത് അങ്ങേക്ക് വലിയ ദോഷം ചെയ്യും. അങ്ങയുടെ 100 മക്കളും കർണനും പഞ്ചപാണ്ഡവന്മാരും ചെയ്തിട്ട് അവരെല്ലാരും കൂടെ ചേർന്ന് ഭൂമിനെ രക്ഷിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് പരസ്പരം പോരടിക്കല്ല വേണ്ടത്. 100 പേർ എന്ന് പറഞ്ഞാൽ വനമാണ്, വനം. അങ്ങയുടെ ഈ 100 മക്കള്. നാളെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, ഗുരുകുലം ക്ലാസ് ഉണ്ട്. പാണ്ഡവന്മാർ എന്ന് പറഞ്ഞാൽ വ്യാക്രങ്ങളാണ്. ഈ രണ്ടുപേരെയും തമ്മിൽ തല്ലിക്കല്ല ചെയ്യേണ്ടത്, അവരെ ചേർത്ത് പിടിക്കൂ. വ്യാക്രങ്ങളുള്ള കാട് വെട്ടിമുറിക്കരുത്, ഒരിക്കലും വെട്ടിമുറിക്കാൻ പാടില്ല. കാട് വെട്ടി വ്യാക്രങ്ങളെ ഒന്നും ഓടിച്ചു കളയരുത്. വ്യാക്രങ്ങളില്ലെങ്കിൽ പിന്നെ കാടില്ല, കാടില്ലെങ്കിൽ വ്യാക്രങ്ങളില്ല. ഈ രണ്ട് കൂട്ടരും ഭയങ്കര തുല്യരാണ് അങ്ങേക്ക്. അങ്ങ് എന്തിനാണ് ഇതിന്റെ നടുക്ക് നിന്ന് ഇങ്ങനെ വിഷമിക്കുന്നത്? വ്യാക്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് കാടിനെ രക്ഷിക്കും, കാട് വ്യാക്രങ്ങളെയും രക്ഷിക്കും. അതുപോലെ പാണ്ഡവന്മാരും കൗരവന്മാരും പരസ്പരം സ്നേഹിച്ചു നിൽക്കുകയാണെങ്കിൽ പരസ്പരം താങ്ങും തണലും ആവും. അതുകൊണ്ട് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഒന്നിച്ചു നിർത്തി മുന്നോട്ട് പോകാനുള്ള വഴി ആലോചിക്കൂ. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ധൃതരാഷ്ട്രോട് വിദൂരർ പറഞ്ഞു കൊടുക്കുന്ന നീതിയാണ് ഇത്. ഭയങ്കര നീതിശാസ്ത്രമാണ്. മഹാരാജാവേ, അങ്ങ് എന്റെ വാക്കുകളെല്ലാം മനസ്സിലാക്കിയിട്ട് നേർവഴിക്ക് നടക്കൂ. പാണ്ഡവന്മാരോട് വേണ്ടത്ര ദ്രോഹം അത് അങ്ങും ചെയ്ത് അങ്ങയുടെ മക്കളും ചെയ്ത്. ഇനിയെങ്കിലും സ്നേഹത്തോടുകൂടി പെരുമാറാൻ സാധിച്ചാൽ, എല്ലാം സഹിക്കാൻ സാധിച്ചാൽ ഇതെല്ലാം മാറി നല്ലൊരു അവസ്ഥ വരും. ഈ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ശക്തന്മാരും യുദ്ധവീരന്മാരുമായിരിക്കുന്ന പാണ്ഡവന്മാരെ ഉപേക്ഷിച്ചിട്ട് ഭാരതത്തിന്റെ മഹത്തായ ഐശ്വര്യത്തെ മതോത്തനായിരിക്കുന്ന ദുര്യോധനന് അങ്ങ് നൽകി അല്ലെ. നല്ല വീരശൂര പരാക്രമികളായിരിക്കുന്ന പാണ്ഡവന്മാരെ ഉപേക്ഷിച്ചിട്ട് ഈ ഭാരതം അങ്ങ് എന്താ ചെയ്തിരിക്കുന്നത്? അങ്ങയുടെ ഒന്നിനും കൊള്ളാത്ത മക്കളെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിരിക്കുകയാണ്. ഐശ്വര്യം കിട്ടിയപ്പോഴേക്കും മത്തനായ മഹാബലി ലോകത്രയത്തിൽ നിന്ന് ഭ്രഷ്ടനായതുപോലെ ഐശ്വര്യം കിട്ടിയപ്പോഴേക്കും മഹാബലി ആ ഐശ്വര്യത്തിൽ നിന്ന് അങ്ങ് ഒഴിവാക്കപ്പെട്ടു അല്ലെ. അതുപോലെ ദുര്യോധനനും ഈ ഐശ്വര്യമൊക്കെ വിട്ടിട്ട് അധപ്പതിച്ചു പോവും. അങ്ങത് കാണേണ്ടി വരും. ഞാൻ മാന്യമായിട്ട് പറയാണ്. നോക്കട്ടെ ബിന്ദുമ്മ എത്ര ജപിച്ചു? ഞാനത് കാണുകയാണ്. അമ്മ ജപിക്കുന്ന ഞാൻ കേൾക്കുന്നില്ല കേട്ടോ. അമ്മ മിണ്ടാതെ നിന്നിട്ട് വെറുതെ കിടന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ നിന്ന് ഇത് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് കള്ളത്തരം കാണിച്ചോ ഭഗവാനോട് കാണിക്കരുത്. അമ്മ ഉറക്കെ ജപിച്ചോ, ഞാൻ കേൾക്കട്ടെ. അപ്പോ ഐശ്വര്യമൊക്കെ വിട്ടിട്ട് ഉറക്കെ ജപിച്ചേ. അങ്ങനെ ഐശ്വര്യമൊക്കെ വിട്ടിട്ട് അങ്ങയുടെ മക്കള് നശിച്ചു പോകുന്നത് അങ്ങ് കാണേണ്ടി വരും. അത് മനസ്സിലാക്കണം. ഇത്രയും കേട്ടപ്പോ നമ്മുടെ ധൃതരാഷ്ട്ര പറയാണ്, ഹേ വിദുരരെ, നാം എല്ലാം ഈശ്വരാനീതരാണ്. അദ്ദേഹമാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഭഗവാനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്, അല്ലാതെ ഞാൻ ചെയ്തതല്ല. നൂല് കോർത്ത് പിടിച്ച് പാവയെ കൊണ്ട് മനുഷ്യൻ കളിപ്പിക്കുന്നത് പോലെ ഈശ്വരൻ ഉള്ളിലിരുന്ന് കളിപ്പിക്കുന്നതല്ലേ ഇതൊക്കെ, അല്ലാതെ ഞാനാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? ഞാനും ആ ഈശ്വരന്റെ കയ്യിൽ ഒരു കളിപ്പാവ മാത്രമാണ് വിദുരരെ. വേറെ എന്താണ് എനിക്കൊരു വഴിയുള്ളത്? അങ്ങ് എന്താ ഈ പറയുന്നത്? ഞാനല്ല ഇതൊന്നും ചെയ്തത്. അപ്പൊ വിദുരര് പറഞ്ഞു, ഈ ഒഴിവ് കഴിവുകൾ മനസ്സിന് ഒരു സമാധാനവും തരില്ല. അങ്ങയുടെ ഈ ഒഴിവ് കഴിവ് പറച്ചില്ലേ, അത് മനസ്സിന് സമാധാനം തരില്ല. മറ്റുള്ളവരുടെ വാക്കുകളുടെ ഗുണദോഷങ്ങളെ പറ്റി അങ്ങൊന്ന് ചിന്തിച്ചു നോക്ക്. ദുര്യോധനനെ പ്രസവിച്ച അന്ന് തന്നെ ദുശകുനങ്ങളൊക്കെ കണ്ടതല്ലേ അല്ലേ? ആ കുട്ടിയെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ അന്ന് തന്നെ അങ്ങയോട് പറഞ്ഞില്ലേ? അവനെ കളഞ്ഞാല് 100 മക്കൾക്ക്
വൃദ്ധിയാണ് അല്ലെ. ആ 100 മക്കളൊന്ന് മാന്യമായിട്ട് ജീവിച്ചേനെ. അവനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ആ ഒരു മകനെ കൊണ്ട് അങ്ങയുടെ 100 മക്കൾക്കും കുരുവംശത്തിന് മുഴുവൻ നാശം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞെന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞത്. അന്ന് അത് അങ്ങ് കേട്ടോ? കേട്ടില്ല. ക്ഷയത്തെ ഉണ്ടാക്കുന്ന വൃദ്ധിയെ വൃദ്ധിയായി ഗണിക്കരുത്, വൃദ്ധിയെ ഉണ്ടാക്കുന്ന ക്ഷയത്തെ അനാദരിക്കുകയും ചെയ്യരുത്. വൃദ്ധിയെ ഉണ്ടാക്കുന്ന ക്ഷയം ക്ഷയമല്ല, ബഹുനാശകമായ വൃദ്ധിയെ ക്ഷയമായി കണക്കാക്കുകയും വേണം. ചിലര് ലോകത്തില് ഗുണസമൃദ്ധന്മാരും ചിലര് ധനസമൃദ്ധമായിട്ടൊക്കെ കാണും. ചിലര് ലോകത്തിൽ ഭയങ്കര ഗുണമുള്ള വ്യക്തികളായിരിക്കും, ചിലര് നല്ല പണമുള്ള വ്യക്തികളായിരിക്കും. എന്നാൽ പണമുള്ളവര് ഗുണമില്ല എങ്കിൽ അവരെ ഉപേക്ഷിക്കണം നമ്മള്. ഒരാളുടെ കയ്യിൽ കുറെ പൈസയുണ്ട്, അവന്റെ സ്വഭാവം നല്ലതല്ലെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ച് കളയണം, വേണ്ടേ? ചിലപ്പോ അവന്റെ കയ്യിൽ ഗുണം ഉണ്ടാവും, പണം ഉണ്ടാവില്ല, അവനെ അങ്ങ് ചേർത്ത് പിടിക്കണം. നമുക്ക് ഗുണമാണ് വേണ്ടത്, പണമല്ല. അപ്പൊ ധൃതരാഷ്ട്രർ പറഞ്ഞു, ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനുള്ള ബുദ്ധിപൂർവമായിരിക്കുന്ന പ്രജ്ഞസമ്മതമായ വാക്കുകളാണ് അങ്ങ് പറയുന്നത്. ഭാവിയിൽ ഉണ്ടാവാനുള്ള കാര്യമൊക്കെയാണ് വിദുരര് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ മകനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല, ഇതെന്റെ മകനാണ് ദുര്യോധനൻ, ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? എവിടെ ധർമ്മം ഉണ്ടോ അവിടെ ജയിക്കട്ടെ, യഥോ ധർമ്മസ്തോ ജയ. പിന്നെ ഞാൻ എന്താ ചെയ്യുക? ധർമ്മം എവിടെ ഉണ്ടോ അവിടെ ജയിക്കട്ടെ, അല്ലാണ്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ധൃതരാഷ്ട്രർ പറയാണ്. അപ്പൊ വിദുരര് പറഞ്ഞു, അങ്ങനെ വിചാരിക്കല്ലേ. എന്താ ഈ പറയുന്നത്? അങ്ങനെ വിചാരിക്കല്ലേ. ആത്മശ്രേയസിനെ ആഗ്രഹിക്കുന്നവൻ ജ്ഞാതിവൃത്തിക്കായിട്ട് ശ്രമിക്കണം. നമുക്കൊരു ആത്മശ്രേയസ് വേണം, വേണ്ടേ? അതിന് നമ്മൾ നന്മ ചെയ്യണം. അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ കുലം, നമ്മുടെ തലമുറ ഉണ്ടാവുന്നത്. ഗുണമില്ലാത്ത മനുഷ്യരെന്ന് പറഞ്ഞാൽ അത് ഒന്നിന് കൊള്ളാത്ത വ്യക്തികളാണ്, അവരെയൊക്കെ നമ്മൾ അങ്ങ് കളയണം. ഗുണവാന്മാരും അങ്ങയുടെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവരുമായിരിക്കുന്ന പാണ്ഡവന്മാരെ എന്താണ് അങ്ങ് അനുഗ്രഹിക്കാത്തത്? ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങയുടെ ഗുണമല്ലേ പാണ്ഡവരെ ആഗ്രഹിക്കുന്നത്? എന്താണ് അങ്ങ് പാണ്ഡവന്മാരെ സ്വീകരിക്കാത്തത്? ഈ കൗരവന്മാരെന്ന് പറഞ്ഞാൽ അങ്ങയെ നശിപ്പിക്കും, അതെന്താ അങ്ങ് മനസ്സിലാക്കാത്തത്? എന്താണ് അങ്ങ് അവരെ ഉപേക്ഷിക്കാത്തത്? അങ്ങ് എന്തിനാണ് ഈ ചീത്തക്കാരും ചേർത്ത് പിടിച്ചിരിക്കുന്നത്? അങ്ങേക്ക് പാണ്ഡവരായിരിക്കുന്ന നല്ലവരെ ചേർത്ത് പിടിച്ചൂടെ? അവർക്ക് ജീവിക്കാൻ കുറച്ച് ഗ്രാമങ്ങൾ കൊടുക്കൂ ധൃതരാഷ്ട്ര മഹാരാജാവേ. പാണ്ഡവന്മാര് നല്ല രീതിക്ക് ജീവിക്കട്ടെ, അതൊരു ധർമ്മമല്ലേ? എന്നാൽ അങ്ങ് എപ്പോഴും എല്ലാവരെയും പ്രശംസിക്കും. അങ്ങേ നല്ല പ്രവൃത്തി ചെയ്യൂ, എല്ലാവരും അങ്ങേ നല്ലതേ പറയൂ. സ്വന്തം മക്കളെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കൂ ധൃതരാഷ്ട്ര മഹാരാജാവേ. അങ്ങയുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് പറഞ്ഞിരുന്നത്. മഹാരാജാവേ, അങ്ങയുടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ ബന്ധുക്കളുമായിട്ട് സുഖിച്ചിരുന്ന് ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും തെറ്റായ ആൾക്കാരുമായിട്ട് അങ്ങ് കൂടിച്ചേരല്ലേ. അങ്ങ് പാണ്ഡവന്മാരുമായിട്ട് ഇടപെട്ടിട്ട് വെറുതെ ഒരു പ്രശ്നത്തിന് പോവല്ലേ, അങ്ങയുടെ സമാധാനം പോയി പോവും. അങ്ങ് ചേർത്ത് പിടിക്കുന്ന ബന്ധുമിത്രാദികളിൽ കുറെ പേര് ചീത്ത സ്വഭാവമാണ്, അത് അങ്ങേ നശിപ്പിച്ചു കളയും. ചീത്ത ആൾക്കാര് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകൂ. നല്ല വ്യക്തികളായിരിക്കുന്ന പാണ്ഡവർമാർ നമ്മളെ നല്ല അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകും. പാണ്ഡവന്മാരിൽ നമ്മൾ നല്ലവരാണ് പാണ്ഡവന്മാർ, അവരെ നമ്മൾ ബന്ധുമിത്രാദികളായിട്ട് കാണൂ. യുദ്ധം ഉണ്ടായാൽ ചിലരൊക്കെ മരിച്ചു പോവും, അതുറപ്പാണ്. അങ്ങ് നെഞ്ചിൽ കൈവച്ചു പറയൂ, പാണ്ഡവര് മരിച്ചു എന്ന് കേട്ടാൽ ഈ ജന്മം അങ്ങേക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ? കൗരവന്മാര് മരിച്ചു എന്ന് കേട്ടാൽ അങ്ങേക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ? 2 കൂട്ടര് മരിച്ചാൽ അങ്ങേക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കല്ലേ ചെയ്യേണ്ടത്. എന്തായാലും യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാരൊക്കെ മരിക്കും. ഈ 2 കൂട്ടരിൽ ആര് മരിച്ചാൽ അങ്ങേക്ക് സങ്കടം വരില്ലേ? അതുകൊണ്ട് അങ്ങ് യുദ്ധം ഒഴിവാക്കൂ ധൃതരാഷ്ട്ര മഹാരാജാവേ. ദുര്യോധനൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പാണ്ഡവർക്ക്. പക്ഷെ അതൊക്കെ ഇപ്പൊ അങ്ങ് നേരെയാക്കാനുള്ള ഒരു അവസരമാണ് ധൃതരാഷ്ട്ര മഹാരാജാവേ ഇത്. പാണ്ഡവന്മാർ അവകാശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് കൊടുക്കൂ അവർക്ക്.
അത് അങ്ങേക്കൊരു നല്ല മനസമാധാനം ഉണ്ടാക്കും. ദുഃഖാർത്തന്മാര്, ദുഃഖിച്ചിരിക്കുന്ന ആളുകള്, പ്രമർത്തന്മാർ, നാസ്തികർ, അലസ മനോഭാവമുള്ള ആൾക്കാര്, അജിതേന്ദ്രിയന്മാര്, ഉത്സാഹമില്ലാത്ത ആൾക്കാര്, ഇവരിലൊന്നും ഈശ്വരൻ വസിക്കുന്നില്ല. അത് മനസ്സിലാക്കൂ. അലസ മനോഭാവമായിട്ട് നടക്കുന്ന ആൾക്കാരിലൊന്നും ഈശ്വരൻ വസിക്കുന്നില്ല ധൃതരാഷ്ട്ര മഹാരാജാവേ. അതുകൊണ്ട് ധർമ്മങ്ങൾക്ക് ദോഷം സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ദുഃഖാർത്തേഷു പ്രമത്തേഷു നാസ്തികേഷു ലേസൂഷു ച ന ശ്രീർവസ്യാത്യഥാന്തേഷു യേ ചോത്സാഹ വിവർജിതേ. തനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അത് മറ്റൊരാളോട് പ്രവർത്തിക്കരുത്. എന്നോടിപ്പോ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ മറ്റുള്ളവരോടും പ്രവർത്തിക്കരുത്. എന്നെ കുറിച്ച് ഇപ്പൊ ഒരാളൊരു മോശം പറയുന്നത് ഞാൻ സഹിക്കോ? എനിക്ക് ഇഷ്ടാവോ? ഇല്ല. അപ്പൊ ഞാനും ആരെ കുറിച്ചും മോശം പറയരുത്. അതിനെയാണ് ചുരുക്കത്തിൽ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും ചെയ്യരുത്. അതാണ് ധർമ്മം. കാമത്തിന് അതീതമായിട്ടാണ് അധർമ്മം പ്രവർത്തിക്കുന്നത്. കാമത്തിന്റെ മുകളിലാണ് അധർമ്മം പ്രവർത്തിക്കുന്നത്. ക്രോധത്തെ അക്രോധം കൊണ്ടും തിന്മയെ നന്മ കൊണ്ടുമാണ് നമ്മൾ ജയിക്കേണ്ടത്. ദേഷ്യം വരുമ്പോ നമ്മൾ ക്ഷമ കൊണ്ട് ദേഷ്യത്തെ ജയിക്കണം. അല്ലാതെ ദേഷ്യം വരുന്ന സമയത്ത് തിരിച്ച് വീണ്ടും ദേഷ്യപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. തിന്മയെ നമ്മൾ നന്മ കൊണ്ട് ജയിക്കണം. പിശുക്കന്റെ കയ്യിലേക്ക് നമ്മൾ ദാനം കൊടുക്കണം. എനിക്ക് 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 എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് പിശുക്കിയിരിക്കുന്നവന്റെ കയ്യിൽ നമ്മൾ അങ്ങോട്ട് ദാനം കൊടുത്തേക്കണം. നീ കൊണ്ടുപോയി തിന്നോന്ന് പറയണം. അസത്യം പറയുന്നവന്റെ മുഖത്ത് നോക്കി സത്യം പറയണം. അങ്ങനെയാണ് ധർമ്മം പുനഃസ്ഥാപിക്കേണ്ടത്, അല്ലേ? നത്തത്പരസ്യ സംതത്യാത് പ്രതികൂലം യദാത്മന സംഘ്രേണൈഷ ധർമ്മ സ്യാത് കാമധന്യ പ്രവർത്തതേ അക്രോധനേ ജയേത് ക്രോധമസാധും സാധുന ജയേത് ജയേത് കദദ്യാന്ധാനനേ ജയേത് സത്യേന ചാനിർദം. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ദേഷ്യത്തെ ക്ഷമ കൊണ്ട് ജയിക്കണം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. പിശുക്കന് ദാനം കൊടുത്തേക്കണം. അസത്യം പറയുന്നവന്റെ മുഖത്തോക്കി സത്യം പറഞ്ഞേക്കണം. ഇതാണ് ധർമ്മം. ലോകത്തിലുള്ള കുറെ നെല്ല്, യവം, സ്വർണം, പശുക്കള്, സ്ത്രീകള്, ഇതൊക്കെ എത്ര തന്നെ ഒരാൾക്ക് കിട്ടിയാലും അയാൾക്ക് മതിയാവില്ല. അത് യാഥാർത്ഥ്യമാണ്. ഒരാൾക്ക് എത്ര പൈസ കിട്ടിയാലും, എത്ര നെല്ല് കിട്ടിയാലും, എത്ര സ്വർണം കിട്ടിയാലും, എത്ര സ്ത്രീകളെ കിട്ടിയാലും ആ ആൾക്ക് മതിയാവില്ല. ലോകത്തിലുള്ളത് മുഴുവൻ കിട്ടിയാലും മതിയാവില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾക്കൊരിക്കലും ലോഭമോഹങ്ങൾ ഉണ്ടാവില്ല, ആസക്തി അത്യാർത്ഥി ഒന്നും ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ട് രാജാവേ, ഞാൻ വീണ്ടും പറയണം അങ്ങയോട്, അങ്ങക്ക് മക്കളിൽ എല്ലാവരിലും ഒരു സമഭാവന വേണം. കൗരവന്മാരായാലും ശരി, പാണ്ഡവന്മാരായാലും ശരി, ഒരു സമഭാവന അങ്ങേക്ക് വേണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് അങ്ങ് ഈ കാണിക്കുന്നത് വളരെ മോശമാണ്. അങ്ങേക്ക് അങ്ങയുടെ കുലം തന്നെ നശിച്ചു പോവും. അങ്ങയുടെ മനസമാധാനം എന്നത്തേക്കും പോയി പോവും. യത് പൃഥ്വിവാം വ്രീഹീയവം ഹിരണ്യം പശവസ്ത്രിയ നാലമേകസ്യ തത്സർവമിതി പശ്യന്ന മുഹുത്യേ രാജൻ ഭൂയോ ബ്രവീമി ത്വാം പുത്രേഷു സമാമാചര സമധായതിദേ രാജൻ സ്വേഷു പാണ്ഡുസുധേഷു വാ. മക്കളെയൊക്കെ നേരായ രീതിയിൽ ഒരേപോലെ കാണൂ. എന്നിട്ട് വിതുരര് വീണ്ടും പറയാണ്, നമ്മുടെ ധൃതരാഷ്ട്രോട് വീണ്ടും പറയാണ്, രാജാവേ, അധർമ്മത്തോടു കൂടിയ കാര്യം എത്ര തന്നെ വലിയ കാര്യമാണ്, അധർമ്മമുള്ളൊരു കാര്യം അത് എത്ര വലിയ സംഭവമായാലും ശരി, അത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്.
നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതൊരു അധർമ്മമാണെങ്കിൽ അത് എത്ര വലിയ കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടാക്കുന്ന കാര്യമായാലും ശരി, നമ്മൾ അത് ചെയ്യരുത്. കാരണം അതിന്റെ പരിണിത ഫലം ദുഃഖമായിരിക്കും. പിന്നെ നമുക്ക് ഒരു സമാധാനവും കിട്ടില്ല ആ കാര്യം ചെയ്താല്. അത് എത്ര വലിയ സംഭവ ബഹുലമായ കാര്യമാണെങ്കിലും ശരി, അധർമ്മത്തിന്റെ കാര്യമാണോ, നമ്മൾ ആ വഴിക്ക് പോവരുത് രാജാവേ, നമുക്ക് സമാധാനം കിട്ടില്ല ജീവിതത്തില്. ധർമ്മമാണ് എപ്പോഴും നല്ലത്. ധർമ്മമേ നിലനിൽക്കൂ, മറ്റൊന്നും നിലനിൽക്കില്ല. എല്ലാറ്റിലും വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കാര്യം, പുണ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. കാമം കൊണ്ടോ പേടി കൊണ്ടോ ആസക്തി കൊണ്ടോ ജീവിതത്തിന് വേണ്ടി പോലും നമ്മൾ അധർമ്മം പ്രവർത്തിക്കരുത്. കാമത്തിന് വേണ്ടിയിട്ടായാലും ശരി, ഭയം കൊണ്ടാണ്, കാമം കൊണ്ടാണെങ്കിലും ശരി, ഭയം കൊണ്ടാണെങ്കിലും ശരി, അത്യാഗ്രഹം കൊണ്ടാണെങ്കിലും ശരി, ജീവിതത്തിന് വേണ്ടിയാണെങ്കിലും ശരി, നമ്മൾ അധർമ്മം പ്രവർത്തിക്കരുത്. ധർമ്മം നിത്യമാകുന്നു, ധർമ്മം എന്നും നിലനിൽക്കും. സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വന്നു പോയിക്കൊണ്ടേയിരിക്കും ജീവിതത്തില്. ജീവൻ എപ്പോഴും നിത്യമാണ്. ആത്മാവെന്ന് പറയുന്നത് നിത്യമാണ്. മനസ്സിലായില്ലേ? ആ തിരിച്ചറിവാകുന്ന വിജ്ഞാനം, അറിവ്, അതും എന്നും സ്ഥിരതയുള്ളതാണ്. നമ്മൾ ഒരിക്കലും ആത്മാവാകുന്ന സത്യത്തെ ധർമ്മമാകുന്ന രീതിയിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ സുഖം കണ്ടെത്തരുത്. അതിൽ ഭഗവാൻ സന്തോഷിക്കില്ല. നമ്മൾ എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭഗവാനെ നമ്മൾ മുറുകെ പിടിക്കണം. അതിലാണ് ഭഗവാൻ സന്തോഷിക്കുന്നത്. ഇദം ചത്വാം സർവപരം ബ്രവീമി പുണ്യാപദം താത മഹാവിശിഷ്ടം ന ജാതു കാമാന ഭയാന ലോഭാത് ധർമ്മം ത്യജേ ജീവിതസ്യാഭിഹേധാ നിത്യോ ധർമ്മ സുഖ ദുഃഖത്വനീത്യേ ജീവോ നിത്യോ ഹേതുരസ്യത്വനിത്യാ തുക്താ നിത്യം പ്രതിഷ്ഠസ്വനിത്യേ സന്തുഷ്യം തോതോഷവരോ ഹി ലാഭ. കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മകനായാലും ശരി, മരിച്ചു കഴിഞ്ഞാൽ ചിതയുടെ നടുക്ക് വിറക് എന്ന പോലെ നമ്മള് അഗ്നിക്ക് ഇട്ട് കൊടുക്കും, അല്ലെ? നമ്മൾക്ക് എത്ര കഷ്ടപ്പെട്ട് നമ്മൾ പോറ്റി വളർത്തിയൊരു മകനാണെങ്കിലും ശരി, ആ മകൻ മരിച്ചു കഴിഞ്ഞാല് ഒരു ചെത കൂട്ടി ആ ചെതയുടെ നടുക്കൊരു വിറക് പോലെ വെച്ചിട്ട് നമ്മൾ കത്തിക്കാൻ ഇട്ട് കൊടുക്കും, അല്ലെ? നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കില്ല. ജീവൻ പോയ മനുഷ്യനെ ഭാര്യയും മക്കളും അറിവുള്ളവരും സുഹൃത്തുക്കളും ചുറ്റും കൂടി നിന്നവരും പ്രിയപ്പെട്ടവരും എല്ലാം ഉപേക്ഷിക്കും. ചിതയിൽ വെച്ച് എല്ലാരും മടങ്ങിപ്പോയി കഴിഞ്ഞാല് പിന്നെ അവനെ പിന്തുടരാൻ ആ മരിച്ച വ്യക്തിക്ക് കൂട്ടായിട്ടുള്ളത് അവൻ ഈ ഭൂമിയിൽ ചെയ്തിരിക്കുന്ന പുണ്യമായിരിക്കുന്ന കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ എന്ത് കർമ്മമാണോ ചെയ്തത്, അത് പുണ്യമാണോ പാപമാണോ, അത് മാത്രമാണ് മരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കൂട്ടുള്ളത്. അല്ലാതെ എത്ര വലിയ ബന്ധുമിത്രാദികളും അവന് കൂട്ടു നിൽക്കില്ല, അവന്റെ സുഹൃത്തുക്കൾ ആരും കൂട്ടു നിൽക്കില്ല അവന്. അതുകൊണ്ട് കരുതലോടുകൂടി ധർമ്മം നമ്മൾ അനുഷ്ഠിക്കണം രാജാവേ. ക്ഷത്രിയന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മമാണ്, സത്യമാണ്. ആ ഒരു ക്ഷാത്രധർമ്മം, ക്ഷത്രിയ ധർമ്മം പാണ്ഡവന്മാർക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം സഹിച്ച് മിണ്ടാതെ നിൽക്കുകയാണ്. അവരങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ആൾക്കാരല്ല. ആ ക്ഷത്രിയ ധർമ്മം എന്ന് പറഞ്ഞാൽ വന്ന് യുദ്ധം ചെയ്ത് അവനവന്റെ രാജ്യം കൊണ്ട് പോവലാണ്. അവരതുപോലും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് രാജാവേ. അതങ്ങ് മറന്നു പോവരുത്. അവരെ വീണ്ടും രാജധർമ്മത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ഈ രാജ്യം അവർക്ക് അവകാശപ്പെട്ടത് എന്താന്ന് ഓർത്തു കഴിഞ്ഞാൽ അങ്ങയുടെ മകനാവുന്ന ദുര്യോധനനെ ഉപദേശിച്ചിട്ട് അങ്ങ് കൊടുക്കാനുള്ളത് മര്യാദയ്ക്ക് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എന്താ പറയുന്നത്, ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങേ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഇത്രയും പറഞ്ഞ് നമ്മുടെ വിതുരരങ്ങ് അവസാനിപ്പിച്ചു. അപ്പൊ ധൃതരാഷ്ട്രരെല്ലാം കേട്ടു നിന്നിട്ട് പറയാണ്, അല്ലയോ വിതുര, നീ പറഞ്ഞതൊക്കെ ന്യായം തന്നെയാണ്, മനസ്സിലാവുന്നുണ്ട്. ധർമ്മത്തിന് ഉചിതമായ കാര്യങ്ങൾ തന്നെയാണ് നീ പറഞ്ഞത്. ഹേ സൗമ്യ, നീ പറഞ്ഞതുപോലെ എനിക്കും ഇതൊക്കെ തോന്നാറുണ്ട്. ഓക്കെ മാതാജി,
എന്നും പാണ്ഡവന്മാരെ പറ്റി ചിന്തിക്കാറുണ്ട്. അതിനൊരു തീർപ്പ് കൽപ്പിക്കണം. 503 നിശാമന്ദജി, ഹരേ കൃഷ്ണ. ഇന്ന് ലൈവ് ഷെയർ ചെയ്ത എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. ലൈവ് ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും സാക്ഷാൽ ഗുരുവായൂരപ്പൻ, നമ്മുടെ കിച്ചൂട്ടൻ, ശ്രീമതി രാധാറാണി, ഗുരുപരമ്പര വലിയ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരട്ടെ. ഹരേ കൃഷ്ണ. അപ്പോ നമ്മുടെ ധൃതരാഷ്ട്ര പറയാണ്, പാണ്ഡവന്മാരെ പറ്റി ഞാൻ എന്നും ആലോചിക്കാറുണ്ട്, അവർക്കൊരു ധർമ്മമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാൽ ദുര്യോധനൻ അടുത്ത് വരുമ്പോ ഞാൻ ചിന്തിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുനിന്ന് പോയി പോവും, എനിക്ക് മറന്നു പോവും. ആർക്കും എന്താ പറയാ അതിക്രമിക്കാൻ സാധിക്കാത്തത് ഒരു കാര്യല്ലേ വിധി എന്ന് പറയുന്നത്. ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല വിധി. വിധി ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല. ദൈവം തന്നെയാണ് വലുത്. പൗരുഷെന്ന് പറഞ്ഞാൽ നിരർത്ഥകം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? പാണ്ഡവന്മാരോട് സ്നേഹമുണ്ട് വിതുരരെ, അവർക്ക് വേണ്ടി നന്മ ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ദുര്യോധനൻ അടുത്ത് വരുന്നത്. ആ സമയത്ത് എന്താ ഉണ്ടാവുക? വിളിക്കൂ. എന്താ ഉണ്ടാവുക? എനിക്കെല്ലാം മറന്നു പോവും. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ധർമ്മം, അവിടെ ലൈറ്റ് കത്തുന്നുണ്ട് അടുക്കളയില്, ആ ധർമ്മം ഞാൻ മറന്നു പോവും അല്ലെ? അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് വിധി. വിധിയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റും? നദിഷ്ടമഭ്യതിക്രാന്തും ശക്യം ഭൂതേന കേനചിത് ദിഷ്ടമേവ ധ്രുവ്യം മന്യേ പൗരുഷം തൂ നിരർത്ഥകം. 504. അപ്പോ ഇവിടെ വിതുരരുടെ ഉപദേശത്തെ പറ്റി ചുരുക്കമായിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലെ? അപ്പോ ആ വിതുരരുടെ ഉപദേശത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വിദൂരനീതി എന്ന് പറയുന്ന ഒരു ബുക്ക് നമ്മളെ കയ്യിലുണ്ട്. കാരണം ഭയങ്കര നീതിശാസ്ത്രമാണത്, വിദൂരനീതി. ഒരു രക്ഷയില്ല. ആ ബുക്ക് വേണ്ടവർ പറഞ്ഞ വിതുരരുടെ നീതിയെ കുറിച്ചുള്ള ആ പുസ്തകം ഞാൻ അയച്ചിരും. ഭയങ്കര ഇതാണത്. അത് എനിക്ക് തോന്നുന്നു ശ്രീരാമകൃഷ്ണ മഠത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. നല്ല ബുക്കാണത്. ആ ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. വിദൂരനീതി മഹാഭാരതത്തിലെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓക്കെ, അപ്പോ 10:30 ആയി, 10:31 ആയി. അങ്ങനെ വിതുരരുടെ ഉപദേശത്തിന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി സനത് സുജാത മഹർഷിയുടെ ഉപദേശമാണ്. അത് നമുക്ക് നാളത്തേക്ക് എടുക്കാം. അത് കഴിയുമ്പോ നമുക്ക് അതും ആവശ്യത്തിന്. പിന്നെ അർജുനന്റെ മുന്നറിയിപ്പാണ്, അത് ഗംഭീരമായിരിക്കും. പിന്നെ ഭീഷ്മരുടെ ഉപദേശം, കർണന്റെ പ്രതികരണം, ഭീഷ്മർ വീണ്ടും ഉപദേശിക്കുന്നു. പിന്നെ പാണ്ഡവരുടെ ശക്തി, ധൃതരാഷ്ട്രരുടെ വിഷമം, ദുര്യോധനന് കിട്ടുന്ന ആത്മവിശ്വാസം, സഞ്ജയൻ വീണ്ടും വന്ന് കാര്യങ്ങൾ പറയുന്നു. പിന്നെ എന്താണ്, യുധിഷ്ഠിരന്റെ വല്ലാത്തൊരു വിഷമം. അത് കഴിയുമ്പം കൃഷ്ണൻ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട് അല്ലെ? ആ ദൗത്യം, യുധിഷ്ഠിരനോടുള്ള ഉപദേശം, നമ്മുടെ ഭീമസേനന്റെ ശുഭാശംസ, അർജുനന്റെ ശുഭാശംസ, പാഞ്ചാലിയുടെ നിവേദനം. കൃഷ്ണൻ പിന്നെ ഹസ്തിനപുരത്തിലേക്ക് പോകുന്നു. കൃഷ്ണനെ സ്വീകരിക്കാൻ നമ്മുടെ ധൃതരാഷ്ട്ര ആലോചിക്കുന്നുണ്ട്. പിന്നെ ദുശാസനന്റെ വേണ്ടാത്ത ഒരു ഷാഢ്യം. പിന്നെ കൃഷ്ണൻ ഹസ്തിനപുരത്തിൽ എത്തുന്നു, കുന്തിയുടെ വീട്ടിലേക്ക് പോകുന്നു, കൃഷ്ണൻ ദുര്യോധനന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പോയിട്ട് അവസാനം കൃഷ്ണൻ നേരെ വിതുരരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതും കഴിഞ്ഞ് കൃഷ്ണൻ കൗരവ സഭയിലേക്ക് അങ്ങോട്ടൊരു പ്രവേശനമുണ്ട്. എൻ്റെ ഭഗവാനെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇനിയുള്ള ക്ലാസ്സുകള്. പിന്നെ ഭംബോദ്ഭവന്റെ കഥയുണ്ട്, ഗരുഡ ഗർവഭംഗമുണ്ട്, പൊളിക്കും മഹാഭാരതം. പിന്നെ നാരദന്റെ ഉപദേശം, കൃഷ്ണന്റെ ഉപദേശം, ഭീഷ്മാദികളുടെ ഉപദേശം, ദുര്യോധനൻ അതിന് മറുപടി പറയുന്നു, കൃഷ്ണന്റെ പ്രതികരണം ഉണ്ട്, ഗാന്ധാരി ഉപദേശിക്കുന്നുണ്ട്, കൃഷ്ണനെ ബന്ധിക്കാൻ ആലോചിക്കുന്നുണ്ട് ഇവരെല്ലാം കൂടെ ചേർന്ന്. പിന്നെ നമ്മുടെ വിശ്വരൂപ ദർശനം, കുന്തിദേവിയുടെ ഉപദേശം, വിതുരൻ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്. കൃഷ്ണനും കർണനും തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കുന്ന, പാണ്ഡവർക്കുള്ള ഉപദേശം കൊടുക്കുന്ന, ഗംഭീരമായിട്ട് പോവാണ് നമ്മുടെ മഹാഭാരതം. നമുക്ക് കേൾക്കാം. ഇനിയുള്ള ദിവസങ്ങൾ ഭയങ്കര ഉത്തേജജനകമായിരിക്കുന്ന, അങ്ങനെ തന്നെയല്ലേ ആ വേർഡ് പറയാം, ഉത്തേജജനകമായിരിക്കുന്ന, അങ്ങനല്ലേ പറയാം. അതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള കഥകൾ, ഗംഭീര കഥകൾ. നിങ്ങൾ ഇതുവരെ എത്ര പഠിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? മഹാഭാരതം എത്ര കേട്ടെന്നറിയാമോ?
ഇത്രയും കേട്ടു. എങ്ങനെയുണ്ട്? ഇത്രയും കേട്ടു മഹാഭാരതം. ഇനി ഈ പുസ്തകത്തിൽ നിങ്ങൾ കേൾക്കാനുള്ളത് എത്രയാണെന്നറിയാമോ? ഇത്രയേ ഉള്ളൂ. ഇത്രേ കേൾക്കാനുള്ളൂ. ഇത്രയും കേട്ടു. ഇനി ആ കേൾക്കാനുള്ളത് കേട്ട് കഴിയുമ്പോൾ ഇതുപോലൊരു ബുക്ക് വേറെയുണ്ട്, 2ാം ഭാഗം മഹാഭാരതത്തിന്റെ. ഓക്കെ, അപ്പം ഇന്ന് ലൈവ് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. നാളെ രാവിലെ കൃത്യം 7:30 മണിക്ക് പ്രഭാത മഞ്ജരിയിൽ കാണാം. പ്രഭാത മഞ്ജരി നാളെ സൺഡേ ആണ്, മിക്കവർക്കും ഒഴിവാണ്. മാക്സിമം ആളുകൾ പ്രഭാത മഞ്ജരിയിലേക്ക് വരിക. മറന്നുപോയിക്കോട്ടെ, സാരമില്ല, അതൊന്നും കുഴപ്പമില്ല, മറന്നുപോട്ടെ, അതൊന്നൊരു മാട്രേ അല്ല. ഹരേകൃഷ്ണ ജയന്തി അമ്മേ, അച്ഛൻ വന്നോ, അതൊക്കെ മറന്നുപോയിക്കോട്ടെ. മറവി മനുഷ്യ സഹജമാണ്. മറക്കാനുള്ള കഴിവാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ആത്മാവ് ഇതൊന്നും മറക്കുന്നില്ല. ഈ ജന്മം നമ്മളുടെ ആത്മാവ് കേൾക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് മഹാഭാരത ശ്രവണം, അല്ലേ? ഒന്നുമില്ലെങ്കിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് വനവാസ കാലത്ത് അജ്ഞാതരായി ജീവിച്ച സമയത്ത് നമ്മുടെ പാഞ്ചാലി, ഭീമന്റെ ഒക്കെ ഭാര്യയായിരിക്കുന്ന, പാണ്ഡവന്മാരുടെ ഭാര്യയായിരിക്കുന്ന പാഞ്ചാലിയെ കീചകൻ എന്ന് പറയുന്ന മത്സ്യരാജാവിന്റെ മത്സ്യരാജാവല്ല, മറ്റേ എന്താ പറയാ, നമ്മുടെ ഈ മത്സ്യരാജാവനല്ലേ, മത്സ്യരാജാവിന്റെ സൈന്യാധിപൻ കീചകൻ അപമാനിച്ചത് കൊണ്ടാണ് ഭീമൻ എന്താ പറയുന്നത്, ഭീമൻ നേരെ പോയിട്ട് കീചകനെ കൊന്നത്. അത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് മഹാഭാരതത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവും, ഇല്ലേ? അത്രയെങ്കിലും ഓർമ്മയുണ്ടാവും നമുക്ക്. അതിൽ കൂടുതലൊന്നും ഓർത്തില്ലെങ്കിലും അത്രയും മതി. എന്തെങ്കിലും ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി. കാരണം നമ്മുടെ ആത്മാവ് ഇതൊന്നും മറക്കുന്നില്ല. ആത്മാവെല്ലാം ശ്രവിച്ച് അത് ആത്മാവ് ഇങ്ങനെ പുണ്യമായിക്കൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരമാകുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഒക്കെയാണ് മറന്നു പോകുന്നത്. അത് മറന്നുപോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇതെല്ലാം കിടക്കുന്നുണ്ട്, നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൂ. സാരമില്ല, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നമുക്ക് നാളെ രാവിലെ 7:30 മണിക്ക് കാണാം. ഹരേ കൃഷ്ണ. നമ്മുടെ പ്രഭാത മഞ്ജരിയിൽ കാണാം. ഓക്കെ, പിന്നെ നാരായണീയം തുടങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ മഞ്ജരീസില്. എങ്ങനെയെന്ന് ഓർത്തു കഴിഞ്ഞാല്, നാരായണീയം വായിക്കുന്നുണ്ട്. അതിൽ വയ്യാതിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും വിഷമങ്ങളൊക്കെ മറക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ബന്ധുമിത്രാദികൾക്ക് നമ്മുടെ ക്ലാസിന്റെ ലിങ്ക്, താങ്ക് യു സുജാത മാതാജി, നമ്മുടെ ക്ലാസിന്റെ ലിങ്ക് ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ട് വാട്സപ്പിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ഇതൊന്ന് കേൾക്കണം കേട്ടോ, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ക്ലാസ് ആണ്, കഥയാണ് എന്ന് പറഞ്ഞോട്ട് അയച്ചു കൊടുക്കുക. അവർ കേൾക്കട്ടെ. എന്നിട്ട് അവരെ കൊണ്ട് ഗുരുവായൂർ മഞ്ജരീസ് ഫോളോ ബട്ടൺ നമ്മൾ എന്ത് ചെയ്തു, പ്രസ് ചെയ്യിക്കണം. എല്ലാവരും നാരായണീയം വായിക്കൂ കേട്ടോ, വളരെ സുഖമാണ് നാരായണീയം വായിക്കാൻ. നമ്മുടെ കയ്യില് നാരായണീയത്തിന്റെ ഒരു നല്ല പുസ്തകമുണ്ട്, ഇതുണ്ട്, വലിയ അക്ഷരമാണിത്. നല്ല രസകരമായിട്ട് നമുക്ക് ഇങ്ങനെ വായിച്ചു പോവാം. ഈ പുസ്തകത്തിന്റെ എന്താ പറയാ തുടക്കം, ഇതിവിടെ ചെന്നൈയിൽ പ്രിന്റിങ് നടക്കുന്ന പുസ്തകമാണ് കേട്ടോ. ഇതില് നമുക്ക് പാരായണ സങ്കല്പമുണ്ട്, ധ്യാന ശ്ലോകങ്ങളുണ്ട്, അതുപോലെ ശ്രീ നാരായണ കവചമുണ്ട്, പിന്നെ നാരായണീയം ദശകം ഒന്നൊക്കെ പറയുമ്പോഴേക്കും നല്ല വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സുഖമായിട്ട് വായിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയൂ. ഈ പുസ്തകത്തിന്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. വായിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ നാരായണീയ ആരതിയും കൂടെ ഇതിലുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും ഈ നാരായണീയം. ദിവസവും ഒരു ദശകം 3 പ്രാവശ്യം വെച്ച് വായിക്കൂ, വളരെ നല്ലതാണ്. നമുക്ക് ഈസി ആയിട്ട് വായിച്ചു പോവാം. ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യൊക്കെയാണ് നാരായണീയത്തിലെ തുടക്കം, അല്ലെ? നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ? സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം
നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നല്ല ഈസി ആയിട്ട് സന്തോഷത്തോടെ അങ്ങ് വായിച്ചു പോവാം നാരായണീയം. ഹൃദയം കൊണ്ട് ഗുരുവായൂരപ്പന് നാരായണീയം വായിച്ചു കൊടുക്കാം. തമിഴ് ബുക്കും തരാം. തമിഴും വേണോ മലയാളം വേണോ തരാം. നാരായണീയം വായിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ നാരായണീയം ഹന്തഭാഗ്യം ജനാനാം ദിവസവും വായിക്കൂ. ഗുരുവായൂരപ്പന്റെ കടാക്ഷം ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാം ബീന മാതാജി. സംസ്കൃതം അല്ലപ്പാ, മലയാളം. ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യം. ഇത് മലയാളമല്ലേ ഇപ്പൊ ഞാൻ വായിച്ചത്. ഓരോ അക്ഷരങ്ങൾ എടുത്തെടുത്ത് വായിച്ചു പോവാം കേട്ടോ. അപ്പൊ എല്ലാവരും നാരായണീയം വായിക്കുക. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. കുറേ ബുക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതൊക്കെ ശരിക്കും വാങ്ങി വായിച്ച് പഠിച്ച്, ഇപ്പൊ ആരെന്ത് മഞ്ജരീസിൽ ഓർഡർ തന്നാലും ഞാൻ പ്രഭുപാജിയുടെ ഒരു ബുക്ക് അയച്ചു കൊടുക്കും. അത് നിങ്ങൾ വായിക്കുക. നമ്മുടെ ഭക്തിയിൽ ഉയരാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളൂ. നാളെ സൺഡേ ആണ്, നാളെ പാക്കിംഗ് ഡേ ആണ്. മൺഡേ എല്ലാം ഇവിടുന്ന് ഡെലിവറി ചെയ്യും. വെനസ്ഡേ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ. ബുക്സ് ആവശ്യമുള്ളവർ 9342494941 മെസ്സേജ് ചെയ്യും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ആരോ മെസ്സേജ് ഇട്ട് അർത്ഥം അറിയില്ല, അർത്ഥം വായിക്കണം. നാരായണീയം ക്ലാസ് ഉണ്ട് നമുക്ക്. തരാം സുജാമാതാജി. നാരായണീയം ക്ലാസ് ഉണ്ട്. അത് പറഞ്ഞാ പിന്നെ ഇവിടെ ഈ ഇരിക്കുന്ന ആൾക്കാർ എന്നെ വിടില്ല. നമുക്ക് എടുക്കാം, നാരായണീയം ക്ലാസ് എടുക്കാം കേട്ടോ. ഹരേ കൃഷ്ണ.